അപ്പോൾ നമ്മുടെ NLPയുടെ ഒരു ഫ്രീ വെബിനാർ എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഈ പറഞ്ഞ എല്ലാത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മൾ NLP ബേസ്ഡ് ആയിട്ടായിരിക്കും ഇന്നത്തെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് NLPയെ പറ്റി ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നു അല്ലേ, നോളജ് അബൌട്ട് NLP. അപ്പം ഞാനതൊന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംഗതിയിലോട്ട് കിടക്കാം. NLP കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പഠനമാണ്. ലേണിംഗ് ടു തിങ്ക്, എങ്ങനെ ചിന്തിക്കാൻ പഠിക്കുക. കാരണം ചിന്തിക്കാൻ പഠിക്കുകയും കൂടെ ചെയ്യണമല്ലോ. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ ആൾക്കാർ ജീവിക്കുന്ന പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേക പഠനമൊന്നുമില്ല, അങ്ങനെ ജീവിച്ചു പോകുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കാൻ പഠിച്ചിരിക്കണം. എങ്ങനെ ചിന്തിക്കാൻ പഠിച്ചിരിക്കണം? ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ചിന്തിക്കാൻ പഠിച്ചിരിക്കണം. അപ്പൊ ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ചിന്തകൾ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഇതാണ് ലേണിംഗ് ടു തിങ്ക്. ചിന്തിക്കുക, ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചിന്തിക്കുക, ഇത്രയും ചെയ്താൽ മതി. ഇപ്പോൾ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞ സാധനം, നമ്മളിപ്പോൾ ഓവർ തിങ്കിങ്ങിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓവർ തിങ്കിങ് കൊണ്ട് അൺഹാപ്പിനെസ് വരുന്നെങ്കിൽ ആ ഓവർ തിങ്കിങ്ങിനെ നമ്മൾ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരുന്ന രീതി കൂടെ ചിന്തിക്കാൻ പഠിക്കണം. ഇപ്പോഴത്തെ നിങ്ങളുടെ ഓവർ തിങ്കിങ്, ഇപ്പൊ പറഞ്ഞിടത്തോളം ഓവർ തിങ്കിങ് അൺഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടുള്ള, അൺഹാപ്പി ആയി കഴിഞ്ഞാൽ ബോഡി പെയിനും മരപ്പൊക്കെ ഉണ്ടാവും. അതതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. റിയാക്ഷനാണ്. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സൈക്കോട്ടിക് എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പം ഒരു സ്ത്രീ പറഞ്ഞല്ലോ, അത് ബ്രെയിനിൽ വരുന്ന മാറ്റങ്ങൾ ഉണ്ടാവും. അത് ഡോക്ടർമാരുടെ പടിയാണ് ശരിയാക്കാനുള്ളത്. പിന്നെ ഒന്നുള്ളത്, ചിന്തകൾ നെഗറ്റീവായി കഴിഞ്ഞാലും അങ്ങനെ സംഭവിക്കുക. നമ്മളിവിടെ ഡീൽ ചെയ്യുന്ന ചിന്തേനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ബ്രെയിൻ സംബന്ധമായ അസുഖമാണെങ്കിൽ യു വിൽ റെഫർ ദ തിങ്സ് ടു എ ഡോക്ടർ, മെഡിക്കൽ ഡോക്ടർ. അതാണ്. അപ്പോൾ NLP കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിന്തിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് ചിന്തിക്കാൻ പഠിക്കുന്നത്? ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. അതാണ് അതിൻ്റെ ബേസ്. ഇപ്പം NLPയുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, ചിന്തിക്കാൻ പഠിക്കുക. ചിന്തിക്കാൻ പഠിച്ചാൽ പോരല്ലോ, ആ ചിന്ത നമ്മൾ ഉപയോഗിക്കും. ചിന്തിച്ച ഉടനെ അത് ഉപയോഗത്തിലേക്ക് വരുമല്ലോ. അപ്പോൾ ചിന്തകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് റാഷണൽ തോട്ട്, ഒന്ന് ഇറാഷണൽ തോട്ട്. റാഷണൽ തോട്ട് എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും. റാഷണൽ തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും പറയാമോ? വാട്ട് ഈസ് റാഷണൽ തോട്ട്? നോട്ട് ഇമാജിനേഷൻ. കാര്യകാര്യസഹിതം ചിന്തിക്കണം. പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫാക്ട് ബേസ്ഡ്. റിയലാണ്. ഇറാഷണൽ എന്ന് പറഞ്ഞാൽ അത് റിയൽ അല്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു ഇറാഷണൽ തോട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം? എനിക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കുന്നത്. അല്ല, ഭ്രാന്താണെന്ന് വിചാരിക്കുന്നത് ശരിക്കും ഭ്രാന്താണെങ്കിൽ തെറ്റില്ലല്ലോ. അത് റാഷണൽ അല്ലേ? എനിക്ക് ഭ്രാന്താണ്. വേൾഡ് ഫ്ലാറ്റ് ആണ്. അതാണ് ഏറ്റവും വലിയൊരു അറിവെന്ന് പറയുന്നത്. എനിക്ക് ഭ്രാന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അയാള്. പക്ഷെ ഒരു ഭ്രാന്തന്മാർ എനിക്ക് ഭ്രാന്തെന്ന് സമ്മതിക്കുകയല്ല. അതതിൻ്റെ കുഴപ്പം. ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ നാം പറയും. ഇറാഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഇപ്പം 4 മണി എന്ന് പറഞ്ഞിട്ട്
4:30 വരാത്ത ആൾക്കാരുണ്ട്. അപ്പം അല്ലെങ്കിൽ 4:45 വരെ ഞാൻ വന്നു. ഉടനെ ഞാൻ അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 4 മണിക്ക് വന്നു കൂടായിരുന്നോ? എന്താ അതിൻ്റെ അർത്ഥം? എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിനകത്ത്? പറ, നിങ്ങളതിൻ്റെ അർത്ഥം പറ. നിങ്ങൾക്ക് 4 മണിക്ക് ഇവിടെ വന്നു കൂടായിരുന്നു. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്ക്. സ്കൂളിൽ കുട്ടികളൊക്കെ ലേറ്റ് ആയിട്ട് ടീച്ചർമാർ ചോദിക്കും, നിനക്ക് 10 മണിക്ക് വന്നു കൂടായിരുന്നോ? രാവിലെ എഴുന്നേറ്റ് കൂടായിരുന്നോ? അതാണ് ഇറാഷണൽ. സംഭവിക്കാത്ത ഒരു കാര്യത്തെപ്പറ്റി പറയുന്നതാണ് ഇറാഷണൽ. സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം റാഷണലാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റില്ല, 8-9 മണിക്ക് എഴുന്നേറ്റത്, അത് റാഷണലാണ്. നിനക്ക് 6 മണിക്ക് എഴുന്നേറ്റ് കൂടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? പറ, എന്താ അതിൻ്റെ അർത്ഥം? ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനിപ്പം ബാത്റൂമിൽ കൂടെ നടക്കുമ്പോൾ സോപ്പ് അവിടെ ഉണ്ടായിരുന്നു, തെറ്റി വീഴും. അപ്പൊ ആരെങ്കിലും ചോദിക്കുക, തനിക്കത് ക്ലീൻ ചെയ്തിട്ട് നടന്നുകൂടായിരുന്നു? എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇതിന്? അർത്ഥമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം കിട്ടുമോ? ചോദിച്ചയാളിന് ഗുണം കിട്ടുമോ? ഇല്ല. കേട്ടയാളിന് എന്തെങ്കിലും ഗുണം കിട്ടുമോ? അതുമില്ല. വേണമെങ്കിൽ പറയാം, എടാ നീ നാളെ നടക്കുമ്പോൾ അവിടെ ക്ലീൻ ചെയ്തിട്ട് നടക്കാവൂ എന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അഡ്വൈസ് about tomorrow, so that you will be careful tomorrow. നടന്ന കാര്യത്തിനെ ഇതിനാണ് നമ്മൾ ഇറാഷണൽ തോട്ട് എന്ന് പറയുന്നത്. നിന്റെ ആരോഗ്യം നിനക്ക് സംരക്ഷിച്ചു കൂടായിരുന്നോ? ചിലര് ഇതിനാണ് നമ്മൾ നാടൻ ഭാഷ, എല്ലാത്തിനും നാടൻ ഭാഷ ചൊല്ലുണ്ട് കേട്ടോ. ചത്ത കൊച്ചിന്റെ ജാതകം വായിക്കാന്ന് പറയും. നമ്മളെല്ലാവരും ചത്ത കൊച്ചിന്റെ ജാതകം വായിക്കുന്നവരാണ്. ജീവിച്ചിരിക്കുന്ന കുട്ടിയുടെ ജാതകത്തെ പറ്റി നമ്മൾ കൺസേൺഡേ അല്ല. ഞാൻ ആ ജാതകത്തിന്റെ കാര്യം ഉദ്ദേശിച്ച് പറയുന്നല്ല കേട്ടോ. നമ്മളിത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴെന്തുണ്ട് അതിനെയാണ് നമുക്ക് ഡീൽ ചെയ്യേണ്ടത്. ഒരാൾ വന്ന് പറയാ, എന്നോട് പല ആൾക്കാരും പറയാനുണ്ട്, സാറേ എനിക്ക് ചെറുപ്പകാലത്ത് പാലും മുട്ടയൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, തനിക്ക് ഇനി ആ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? പോയിട്ട് അവിടെ പോയി പാലും മുട്ടയും കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പം വേണമെങ്കിൽ പാലും മുട്ടയും കഴിക്കുക, അത് നിനക്ക് പറ്റുമോ? ചെയ്തു. ഇല്ലേ? നമ്മൾ സാധാരണ പറയുന്നതാണ്. താനൊക്കെ നമ്മളും പറയാറുണ്ട്, അയ്യോ ഞാൻ ഈ അപ്പനും അമ്മയ്ക്കും ജനിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇതാണ് ഇറാഷണൽ ആയിട്ട് സംസാരം എന്ന് പറയുന്നത്, മീനിങ്ലെസ്. വി ആർ ഡീലിംഗ് വിത്ത് വാട്ട് ഈസ് ദേർ. ഇപ്പോൾ ഉള്ളതിനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, ഇല്ലാത്തതിനെ അല്ല. ഇപ്പം ഈ പറയുന്ന എല്ലാം ഇല്ലാത്തതിനെയാണ്. ഇതാണ് ഇറാഷണൽ എന്ന് പറയുന്നത്. ഇല്ലാത്തതിനെ പറ്റി സംസാരിക്കുക, ഇല്ലാത്തതിനെ പറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഭാഷ സംസാരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഭാഷ, മനസ്സിന് മനസ്സിലാകുന്ന ഭാഷ സംസാരിക്കുന്ന എല്ലാം റാഷണലാണ്. അപ്പൊ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് മനസ്സിന്റെ ഭാഷയിൽ കൂടെ എൻ്റെ മനസ്സിന്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിന് മനസ്സിലാകുന്ന ഭാഷ ഞാൻ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. നിങ്ങളുടെ ഏത് പ്രശ്നം ഇപ്പൊ സോൾവ് ചെയ്യാം, നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് മനസ്സിലാകുന്ന ഭാഷ സംസാരിച്ചാണ്. നോക്കിക്കോ, നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിപ്പം നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക. ഇവിടെ വെച്ച് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് വിടാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി. അതെങ്ങനെ ചോദിച്ചോ, എങ്ങനെയാ ചോദിക്കുക? ഒരെണ്ണം ചോദിച്ചു നോക്ക്. എന്താ പ്രശ്നം? പറ, എന്താണ് പ്രശ്നം? നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ
അതിന്റെ സൊല്യൂഷൻ നിങ്ങളുടെ മനസ്സിനറിയാൻ ചോദിച്ചാൽ മതി. പുള്ളിക്ക് മനസ്സിലാകുന്ന ഭാഷ ഏതാ? അതെയോ? പ്രശ്നം പറ. അതായത് ഇപ്പൊ എന്തെങ്കിലും ഫുഡ് കഴിച്ചപ്പോ ആ ഫുഡ് കഴിക്കണോ ഈ ഫുഡ് കഴിക്കണോ അങ്ങനെ ഒരു അവിടെ കൺഫ്യൂഷനാ നിൽക്കുക. ഇപ്പൊ ആരാണ് ചോദിച്ചത്? രമ. ആ ഓക്കെ, രമനെ അതെ. അല്ല, രമനെ ഒന്ന് പിൻ ചെയ്യട്ടെ. ഇത് നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ച അതിന്റെ ഉത്തരം കിട്ടിയല്ല. രമനെ കൊണ്ട് സംസാരിപ്പിക്കണം. രമനെ ഒന്ന് പിൻ ചെയ്തേ എല്ലാരും. രമയ്ക്ക് ഈ മൊബൈൽ ഫോൺ ഒന്ന് ഒറിസോണ്ടലാക്കി വെക്കാൻ അറിയാവോ? ആ, വെരി ഗുഡ്, വെരി ഗുഡ്. ഒന്ന് ചാരിയിരുന്ന്. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ണടച്ചിട്ട്, ഇതെല്ലാവർക്കും കോമൺ ആണ് കേട്ടോ. ചാരിയിരിക്കുക, കണ്ണടയ്ക്കുക, ബ്രീത്തിങ് ശ്രദ്ധിക്കുക. ചിന്തകൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്, അത് വന്നോട്ടെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദ തോട്ട്സ്. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ബ്രീത്തിങ്ങിനെ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞൊരു പണിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വയറ് പൊങ്ങുന്നതെന്നോ താഴ്ന്നോ ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പൊ രമ പറഞ്ഞത്, രമയുടെ ഉള്ളിൽ വന്ന ഒരു ചിന്തയിൽ നിന്ന് ആ ചിന്തയെ പുറത്തേക്ക് വിട്ടതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രമയുടെ ഉള്ളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു. അത് എന്താണെന്ന് ഒന്നുകൂടെ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. കണ്ണു തുറക്കണ്ട. അതായത് എനിക്ക് ഈ ചില അതായത് സമയത്ത് ഇനി ഞാൻ കറക്റ്റ് ചെയ്തോണ്ടിരിക്കും. അതായത് എന്ത് ഫുഡ് കഴിക്കണം ആ ഫുഡ് കഴിക്കണോ ഈ ഫുഡ് ഒക്കെ അതാണ് ഒരു പക്ഷെ സംശയം. ഞാൻ പറയട്ടെ, ഞാൻ രമേനെ മനസ്സിന്റെ ലാംഗ്വേജ് സംസാരിക്കാൻ പഠിപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ, അതായതെന്ന് പറഞ്ഞാൽ മനസ്സിനൊന്നും മനസ്സിലാകുകയല്ല. അപ്പൊ എന്താണ് രമയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രമയുടെ മനസ്സിനോട് ചോദിക്കുക. ഇപ്പൊ ചോദിക്കുക, എന്ത് ഭക്ഷണമാണ് ഞാൻ കഴിക്കേണ്ടത്, അല്ലേ? ഓക്കെ, ഞാൻ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്ന ഒരു ചോദ്യം രമയുടെ മനസ്സ് ലതയോട് ചോദിച്ചു. അതിന് ഉത്തരം കൊടുക്കുക. എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്ന് മനസ്സിൽ നിന്ന് ഒരു ചോദ്യം വന്നു. ഞാൻ അതിനകത്ത് ഇടപെടുന്നേ ഇല്ല കേട്ടോ. ഇത് ലതയുടെ ഉള്ളിൽ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം എന്ന ഒരു ചോദ്യം ഉള്ളിൽ വന്നിരിക്കുന്നു. അതിന്റെ ഉത്തരം ലതയ്ക്ക് അറിയാമെങ്കിൽ അറിയാമെന്ന് പറ, ഇല്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറ. അറിയാമെങ്കിൽ എന്നതാണെന്നങ്ങ് പറ. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആക്കാന്നുള്ളതാണ്. ചോദിച്ചു, ഞാൻ ഏത് തരം ഭക്ഷണം, അതിന്റെ ഉത്തരം കൊടുക്കുക. എനിക്ക് ഉള്ളിൽ നിന്നൊന്നും കിട്ടുന്നില്ല, അതാണ് ആ കുഴപ്പമില്ല. അപ്പൊ അവിടെ ഇരുന്നോ, കണ്ണടച്ചിരുന്നോ. അപ്പൊ പറയാ, എനിക്കൊന്നും കിട്ടുന്നില്ലെന്ന് പറ. അതാണിപ്പോ കിട്ടിയിരിക്കുന്ന ഉത്തരം. എന്താണ് കഴിക്കേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാന്നാണ് അപ്പൊ വന്നേ. എന്നാത് പറ. പറഞ്ഞോ, അതെ പറഞ്ഞോ, എന്നാ പറ. മനസ്സിൽ വരുന്ന അത് ജെന്യുവിനായിട്ട് ഉത്തരം കൊടുക്കണം. ജെന്യുവിനായിട്ട് അത് മനസ്സിൽ വരുന്ന എന്താണ് അതങ്ങ് പറഞ്ഞാൽ മതി. ഒന്നുമില്ല, ഇങ്ങനെ ബ്ലാങ്ക് ആയി. മതി. അത് കറക്റ്റ് അവിടെ ഇരുന്നു, ബ്ലാങ്ക് ആയി. ഇവിടെ കുറച്ച് നേരം ഇരുന്നു. ഇപ്പൊ മനസ്സിപ്പോ ശാന്തമായി, അല്ലേ? ഒരു സംസാരം നടക്കുന്നില്ല. എന്തെങ്കിലും സംസാരം ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പൊ കുറച്ച് നേരം അവിടെ ഇരിക്കുക. രാവിലെ എത്ര മണിക്കാ സാധാരണ ഭക്ഷണം കഴിക്കാറുള്ളത്? രാവിലെ ഒരു 8 o'clock ഉള്ളിൽ കഴിക്കും. ഓക്കെ, 8 o'clock. ഓക്കെ, 8 o'clock
രമയുടെ വീട്ടിലാണ്. വീട്ടിൽ വേറെ എത്ര പേരുണ്ട്? ഞങ്ങള് 3 ആള്. 3 ആള്. അപ്പോൾ ഇത് രമയുടെ മാത്രം ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്, മറ്റുള്ളവരുടെ അല്ല. രമയുടെ ഉള്ളിൽ ഒരു ചോദ്യം വന്നു, ഞാൻ എന്ത് രാവിലെ കഴിക്കണം? അതിന് യാതൊരു ഉത്തരവില്ല. രമ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. എത്ര നേരം ഇരിക്കും? ഉത്തരം പറ, എത്ര നേരം ഇരിക്കും അങ്ങനെ? കുറച്ചു നേരം. കുറച്ചു നേരം ഇരുന്നോ? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അവിടെ പോയി അത് കിടക്കുവോ അതേ വല്ലതും ചെയ്യുവോ? അല്ല, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കും. എന്തെങ്കിലും ഉണ്ടാക്കാഞ്ഞത്. അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഒന്ന് വിഷ്വലൈസ് ചെയ്തേ. ഉണ്ടാക്കി കഴിയുമ്പോൾ ഉണ്ടാക്കിയെന്ന് പറയണേ. ഉണ്ടാക്കി. ഇപ്പൊ വിശപ്പുണ്ടോ? രാവിലെ ഇല്ല. നേരം വിശപ്പ് വരികയല്ലേ? വിശപ്പില്ല. ഇപ്പൊ വിശപ്പില്ല. നമ്മളിപ്പോ ആ ടൈം വിഷ്വലൈസ് ചെയ്യാം. രാവിലത്തെ ഒരു 8:30 9 ആകുമ്പോൾ വിശക്കുവോ? വിശപ്പില്ല. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് കഴിക്കുന്നതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്തേ. കഴിച്ചല്ലേ? ഓക്കെ, ഇനി കണ്ണു തുറന്നു. ഹാപ്പി ആയോ? പുട്ടും ചെറുപയറും ഉണ്ടാക്കി. ഇത്രയുള്ള കാര്യം. ഇതുപോലെ എനിക്കൊരു സംശയം. ഇല്ല, ഇതിന്റെ കാര്യം പറ. ഈ പ്രശ്നം ഇത് സോൾവായി. ഓക്കെ. ഇനി ഇത് മരുന്നിനും ഇങ്ങനെയാണ് സംശയം വരുന്നത്. ഞാൻ പറയട്ടെ ഇവിടെ ആൾക്കാർ ഇരിപ്പില്ല, അവർക്കും കൂടെ പിടികിട്ടണ്ടേ. ഓക്കെ, അപ്പൊ ഈ പ്രശ്നം തീർന്നു. അപ്പൊ രാവിലെ എന്ത് കഴിക്കണം എന്നുള്ള പ്രശ്നം തീർന്നു അല്ലേ? എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. മനസ്സ് ശാന്തമായാൽ മതി. ക്ലിയർ ആയോ? ഇതാണ് അതിന്റെ തത്വം. മനസ്സിൽ ഇങ്ങനെ ചെറുപറാന്ന് പല കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും. അപ്പൊ കൺഫ്യൂഷൻ ആകും. അപ്പൊ അവിടെ ശാന്തമായിട്ടിരിക്കുക. ശാന്തമായിട്ടിരുന്ന് കഴിയുമ്പോൾ കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ അതിന് വിശപ്പ് വരുമല്ലോ. ഇരുന്നാലും നിന്നാലും നടന്നാലും വിശപ്പ് വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള മനസ്സ് തന്നെ പറയും, എടി നീ അത് പോയി ചെയ്യുക, അതോ ദോശ ഉണ്ടാക്കുക, അല്ലെ ഇഡ്ഡലി ഉണ്ടാക്കുക, എന്തെങ്കിലും പറയും. അതിനെപ്പറ്റി അതാണ് ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത്. നീ എന്ത് തിന്നും എന്ത് ചെയ്യുന്നതിനെ പറ്റി നീ ഒരിക്കലും കൺസേൺഡ് ആവേണ്ട ആവശ്യമില്ല. നിനക്ക് അതിനുള്ള ബുദ്ധിയും ബോധവും ഞാൻ തന്നിട്ടുണ്ടെന്ന് മുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വന്നോളൂ. നമ്മൾ ശാന്തമായിട്ടിരുന്നാൽ മതി. നമ്മൾ ശാന്തമായിട്ടിരിക്കാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ട്രസ്റ്റിങ്, ഇതിനെ പറയുകയാണെങ്കിൽ ട്രസ്റ്റിങ് യുവർ സെൽഫ് എന്ന് പറയും. ഞാൻ എൻ്റെ മനസ്സിൽ ട്രസ്റ്റ് ചെയ്തു. മനസ്സ് ചോദിച്ചു എന്താ തിന്നണ്ടെന്ന് ചോദിച്ചു. ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ നേരം ശാന്തമായിട്ട് എവിടെയെങ്കിലും ഇരുന്നു. അപ്പോൾ ഐഡിയ ഒക്കെ വന്നു. നിനക്ക് ഇവിടെ മാവ് ഇരിപ്പുണ്ടല്ലോ, നീ ദോശ ഉണ്ടാക്കടി എന്ന് പറഞ്ഞു. ഞാൻ പോയി ദോശ ഉണ്ടാക്കി. അത്രയേ ഉള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ്. മനസ്സിനെ ശാന്തമാക്കുക എന്ന് പറഞ്ഞാൽ ശാന്തമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ 1 മിനിറ്റ് പോലും എടുത്തില്ല, സൊല്യൂഷനായി, കാര്യം നടന്നു, തീർന്നില്ല പ്രശ്നം. ഓക്കെ, ഇനി വേറെ പ്രശ്നമില്ലോണ്ട് പറ. വേറെ ഏത് മരുന്ന് കഴിക്കണം? അല്ലല്ല, മരുന്നിന്റെ കാര്യം എന്നോട് ചോദിക്കണം. ഞാൻ ഡോക്ടറല്ല. ഇവിടെ ഏതെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. ഇപ്പൊ മനസ്സിന്റെ പ്രശ്നം തീർന്നില്ലേ? ഇതിന്റെ കാര്യത്തിന് ഇവിടെ ഏതെങ്കിലും ഡോക്ടർമാരുണ്ടെങ്കിലോ? എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആരെങ്കിലും ഉണ്ടെന്നുള്ളത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണണ്ട. അപ്പൊ അവരോട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പല ഡിപ്പാർട്ട്മെന്റുകളാണ്. ഒന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതിന് നിങ്ങളുടെ മെഡിക്കലിലെ എക്സ്പെർട്ടിൻ്റെ അടുത്ത് പോകണം. പിന്നെ ഒന്നുകൂടെ ലോ, നിയമപരമായ കാര്യത്തിന് അതിന് നിങ്ങളുടെ ലോയറുടെ അടുത്ത് പോകണം. പിന്നെ കണക്കും കാര്യങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ പോകണം. വിദ്യാഭ്യാസം, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ആളുടെ അടുത്ത് പോകണം. ഇനി ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ പോലെയുള്ളവരുടെ അടുത്ത് പോകണം. എല്ലാ ഫീൽഡിലും ആരെങ്കിലും ഒരാളെ എക്സ്പെർട്ട് കാണും, അവരുടെ അടുത്ത് പോകുക എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ
ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ കാര്യമാണെങ്കിൽ ഡോക്ടറെ കണ്ടെത്തുക. ഇന്നിപ്പം നെറ്റ് ഉണ്ടല്ലോ, വാട്സാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ, അല്ല ഇപ്പം നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ഫേമസ് ആയ ഡോക്ടർമാരുടെ പേര് വരികയല്ലേ, പിന്നെ ഇതിനാ വൈ വീവറി. കേട്ടോ? ഓക്കെ സർ. വേറെ ഓക്കെ സർ. ആ വേറെ രമയ്ക്ക് മറ്റെന്തെങ്കിലും ചിന്തകളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ? ചിന്തകൾ തന്നെ ഈ ഇതിനെ കുറിച്ചുള്ള തന്നെ വേവലാതി വേല, വേറെ ഇപ്പൊ ദൈവാനുഗ്രഹിച്ച് വേറെ ഒന്നുമില്ല. ഇതാണ് ഇങ്ങനെയുള്ള പല ചിന്തകൾ, ഒരു കൺഫ്യൂഷൻ, അതായത് ഒരു ഇരിക്കപ്പുറത്തി ഇല്ലാന്ന് അത് പറയുന്നില്ലേ നമ്മള് വേറൊരു കാര്യം. പല കാര്യം. ഇല്ല, ഒരു കാര്യം, നമ്മള് ദൈവത്തിനെ ഇതിനകത്ത് കൂട്ടുപിടിക്കരുത്. ഇപ്പം നമ്മളാ കൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ. അത് ഈ 4 മണി അല്ല 5 മണി കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ കൂട്ടത്തിൽ പൊക്കൂ. കാരണം ഇത് രണ്ടും കൂടെ ആയ കാര്യം നടക്കല. നമുക്ക് ഏതെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തോമസ് സാറിന്റെ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ആലോചനയല്ലേ സൊല്യൂഷൻ കണ്ടെത്തിയ. അതെ. ദൈവം വന്നായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല. ഇപ്പൊ എല്ലാത്തിന്റെ മുകളിലുണ്ട്. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഇപ്പൊ നമ്മളിപ്പോ ചർച്ച ചെയ്യണ്ട, അത് എപ്പോഴും നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. ഇപ്പൊ വേണ്ട. ഓക്കെ. ഇപ്പൊ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വല്ലതും ഉണ്ടോ ഇനി? ഇല്ല. ഇല്ല. ഇനി ഇങ്ങനെ നമുക്ക് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല കൂട്ടിക്കൊഴിച്ചാൽ ഒരു കാര്യം നടക്കില്ല. വൺ തിങ് അറ്റ് എ ടൈം. ഇവിടെ മോനന് പറയേ, അമ്മ ഒരു ഭാഗത്ത് ഒരു കാര്യം ചെയ്യുമ്പോ എന്തെല്ലാമൊക്കെ ചിന്തിക്കുന്നത്, അതായത് ഒരു കാര്യം ചെയ്യുമ്പോ അമ്മ ഒരു കാര്യം ചെയ്യെന്ന് പറഞ്ഞ അവനെ പല ചിന്തകൾ. അവൻ സൈക്കോളജി വല്ലതും പഠിച്ചാണോ? അല്ലല്ലേ, പഠിച്ചതൊന്നല്ല. ഈ സൈക്കോളജി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന. നമ്മൾ പിന്നെ ഓരോ സ്ട്രീം ലൈൻ ആക്കിയിട്ട് ഇതിന് ഓരോ പേരൊക്കെ അങ്ങ് ഇട്ടു. NLP എന്ന് പറഞ്ഞ സാധനം 974 മറ്റോ 72 74 കണ്ടുപിടിച്ച സാധനമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യർ ജനിച്ച അന്ന് മുതലുള്ള സാധനമായത്. 72 ഇവര് അതിനെപ്പറ്റി ഒരു ബുക്കൊക്കെ എഴുതി NLP പേരിട്ട് കുറെ ടെക്നിക്കൽ ടേംസ് ഒക്കെ അതിൻ്റെ അത് എഴുതി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ കാരണവന്മാർ അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമായില്ലേ. ഇതൊക്കെയാണ്. ഓക്കെ. ഇനി ഞാനാണ് ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയില്ലല്ലോ. ഇനി നമുക്ക് അങ്ങോട്ട് കിടക്കാം. ഓക്കെ. അപ്പൊ റാഷണല് ഇറാഷണല് 2 തരത്തിലുണ്ട്. ഇറാഷണൽ എന്ന് പറഞ്ഞാൽ മനസ്സിന് മനസ്സിലാകാത്ത ഭാഷയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉള്ളിൽ നടക്കുന്നു. ഇറാഷണൽ. ഞാൻ ഇറാഷണലിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. റാഷണൽ തോട്ട് എബൌട്ട് റിയാലിറ്റി ലീഡ്സ് ടു പീസ് ഓഫ് മൈൻഡ്. റാഷണലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാകും. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇറാഷണൽ തോട്ട് ദ മൈൻഡ് കനോട്ട് അണ്ടർസ്റ്റാൻഡ്. ഇറാഷണൽ തോട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു. നിനക്ക് നേരത്തെ വന്നുകൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ചത്. അതൊക്കെ ഇറാഷണൽ തോട്ട്. അത് മനസ്സിന് മനസ്സിലാകത്തില്ല. അല്ലെങ്കിൽ നീ പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ അതും മനസ്സിന് മനസ്സിലാകത്തില്ല. അപ്പൊ അതൊക്കെയാണ് ലീഡ്സ് ടു അൺഹാപ്പിനെസ്. അതെല്ലാം അൺഹാപ്പിനെസ് ഉണ്ടാകും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും ഈവൻസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അല്ലേ? എവിടെയാ ഈവൻസ് ഉണ്ടാകുന്നത്? ലോകത്ത് മുഴുവൻ ഈവൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന ഈവൻ്റ് എന്നില്ല, എപ്പോഴും ഇങ്ങനെ ഓരോരോ ഇവന്റ്. ഒരു മിന്നാമിനിങ് ഇങ്ങനെ മിന്നിയാൽ അതും ഒരു ഈവൻ്റാണ് അല്ലേ? ഒരു രാജ്യം വേറെ രാജ്യത്ത് കൊണ്ടുവന്ന് ബോംബ് ഇട്ടാൽ അതും ഒരു ഈവൻ്റാണ്. വലുത് ചെറുതെന്ന് പറയാൻ പറ്റില്ല, ഈവൻ്റാണ്. അതാണ് എക്സ്റ്റേണൽ ഈവൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഉറുമ്പ് കടിക്കുന്നത് ഒരു എക്സ്റ്റേണൽ ഈവൻ്റാണ് അല്ലേ? ഉറുമ്പ് കടിക്കുന്നത് എക്സ്റ്റേണൽ ആണോ ഇന്റേണൽ ആണോ? പറയാം. എക്സ്റ്റേണൽ അല്ലേ? ബിന്ദുമാന്തി തന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നത്. ഈ ഫീൽഡിലെ വലിയൊരു എക്സ്പേർട്ടാ പുള്ളിക്കാരത്തി. ഇപ്പം മിണ്ടാതിരിക്കുക. ഇന്ന് മിണ്ടിക്കുക എല്ലാവരും. എക്സ്പേർട്ടൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വരട്ടെ. ഓക്കെ. അപ്പം പുറമേ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എല്ലാം. ഈ കോക്രോച്ച് അല്ലെങ്കിൽ മോസ്കിറ്റോ കടിച്ചു എന്ന് പറയുന്നത്, ബോംബിട്ടെന്ന് പറയുന്നത്, പാമ്പ് ഇതിലൂടെ പോയി എന്ന് പറയുന്നത്, ഇടിവെട്ടി എന്ന് പറയുന്നത്, ഇതെല്ലാം എക്സ്റ്റേണൽ ഈവൻ്റ് ആണ്. അപ്പം നമുക്ക് ഈ എക്സ്റ്റേണൽ ഈവൻ്റ് കൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? ആരെങ്കിലും ഒരാൾ പറ.
യുക്രൈനിൽ ബോംബിട്ടു, അതിന് നിങ്ങൾക്ക് ആരെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഇടിവെട്ടി പാലായിൽ 10 പേര് മരിച്ചുപോയി, എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ആരെങ്കിലും പാലായിൽ ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ചോദിക്കും അത് ആരായിരുന്നു സാറേ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ആ പേരെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ല. ക്ലിയർ ആയോ? അവിടെ ഇടിവെട്ടിന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ആരൊക്കെയാന്ന് ചോദിച്ച പേര് കേട്ടപ്പോൾ നിങ്ങളുടെ പ്രശ്നം തീർന്നു. അതിനാ പറഞ്ഞ സബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഞാനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിൽ എനിക്കതൊരു പ്രശ്നം, ഇല്ലെങ്കിൽ ഒരു പ്രശ്നമല്ല. ഇപ്പൊ ഞാനുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം വലിയ പ്രശ്നങ്ങളാണ്. എന്നെ ഒരു ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അന്ന് മുഴുവൻ ഇവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളമായിരിക്കും. വേറൊരാളെ സംബന്ധിച്ചോളം വെറും ഒരു ഉറുമ്പ് അല്ലേ. എന്നെ ഒരു ഈ പറഞ്ഞ എന്നാ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ ആ രാത്രി എൻ്റെ ഉറക്കം പോയി. വെറും ഒരു കൊതുക. അപ്പോഴേ ഞാനൊരു ഓയിൽമെന്റ് ഉണ്ടാകത്ത് പുരട്ടി കഴിഞ്ഞാൽ അത് തീർന്നു. ഇല്ലെങ്കിൽ നേരം വെളുക്കുന്നവരും ചൊറിഞ്ഞോണ്ടിരിക്കും. അപ്പൊ ചെറുതോ വലുതെന്നുള്ള ഞാനുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം വലുതാണ്. അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുടെ കാര്യമാണ് പറയുന്നത്, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് നോക്കണം. ബന്ധപ്പെട്ടതാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രശ്നമായി, ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല. അപ്പോൾ 2 തരത്തിലുള്ള ഈവൻ്റ് ഉണ്ട്, എക്സ്റ്റേണൽ ഈവൻ്റ്. ഒന്ന് ഞാനുമായിട്ട് ബന്ധപ്പെട്ടത്, മറ്റൊന്ന് ഞാനുമായിട്ട് ബന്ധപ്പെടാത്തത്. അപ്പൊ ഞാനുമായിട്ട് ബന്ധപ്പെടാത്തതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇവിടെയില്ല. കാരണം എന്തിനാണ് ടൈം കളയുന്നത്? നമ്മളത് ബന്ധപ്പെട്ടത് മതി. പക്ഷേ ഈ പുറമേ ഉണ്ടാകുന്ന ഈവൻസ്, ഈ അനുഭവങ്ങൾ ആ പുറമേ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വേറെ എവിടെയെങ്കിലും സംഭവിക്കരുത്. അച്ഛൻ പറഞ്ഞേ, ആ പുറമേ കൊണ്ട് അവിടെ വെച്ച് തീർന്നോ? അങ്ങനെയല്ല എന്നോട് പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾ പഠിച്ചു അല്ലെങ്കിൽ പഠിച്ചില്ല എന്നുള്ളത് പുറമേ നടന്ന കാര്യമല്ലേ. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് 100 പേര് എഴുതിയില്ല, 50 പേര് അച്ഛൻ്റെ സ്കൂളിലെ പിള്ളേർ തോറ്റുപോയി, പുറമേ ഉള്ള കാര്യമല്ലേ. അച്ഛൻ എന്നാ പ്രശ്നമായിരിക്കും? പ്രശ്നമാണല്ലേ. അച്ഛനെ ബാധിക്കും അത്. നാട്ടുകാരും അച്ഛൻ്റെ സഭ അച്ഛനോട് ചോദിക്കും, അച്ഛൻ എന്ത് പഠിപ്പീരാ അവിടെ പഠിപ്പിച്ച് പിള്ളേരെല്ലാം തോറ്റുപോയല്ലോ എന്ന് പറയും. നാണക്കേടായില്ലേ? ഇതെല്ലാം നമുക്കത് പ്രശ്നമാണ്. ഭംഗിയായിട്ട് നടന്നാലും അപ്പോഴും പ്രശ്നമാണ്. കുറച്ചുകൂടെ ഭംഗി ആക്കാമായിരുന്നു അല്ലേ. കാരണം ഇപ്പൊ 100% പിള്ളേരും ജയിച്ചെന്ന് കൂട്ടുക. അപ്പൊ ഞാനത് അറിയുന്നു. ഞാൻ ചോദിക്കും, അച്ഛാ എത്ര പേർക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്? 50% പേർക്ക് ഡിസ്റ്റിങ്ഷൻ, അല്ലാത്തവർക്ക് പാസ് മാർക്ക് വരും. അച്ഛാ ഞങ്ങളുടെ അടുത്തൊരു സ്കൂളുണ്ട്, അവിടെ 100 പേര് എഴുതി 100 പേർക്കും ഡിസ്റ്റിങ്ഷനാണ്. എങ്ങനെയുണ്ട്? ബുദ്ധിമുട്ട് തോന്നുമോ? അറിയുള്ളൂ. ഇങ്ങനെ സബ്ജക്റ്റീവ് ആകുന്നത്. അപ്പൊ എനിത്തിങ് ക്യാൻ ബി സബ്ജക്റ്റീവ്. നമ്മൾ എടുക്കുന്ന പോലെ ഇരിക്കും, നമ്മളെ ഉള്ളിലേക്ക് എടുക്കുന്ന പോലെ ഇരിക്കും. പുറമേ ഉള്ള കാര്യങ്ങൾ അതുപോലെ കയറി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. എവിടെയാ പ്രശ്നം ഇരിക്കുന്നത്? 50 പിള്ളേർ തോറ്റുപോയി, 50 പിള്ളേർ ജയിച്ചു, തീർന്നു, കഥ തീർന്നു. അപ്പൊ അച്ഛനോട് ചോദിക്കാം, അച്ഛന് നാണക്കേടൊന്നുമില്ല. എന്ത് നാണക്കേട്? ഇപ്പൊ ഞാൻ തോറ്റില്ലല്ലോ, പിള്ളേരല്ല തോറ്റത്. സോ വാട്ട് ഈസ് മൈ പ്രോബ്ലം? അല്ല, അച്ഛൻ്റെ ബോസൊക്കെ പറയല്ലേ മോശമായിട്ട് അച്ഛന് കഴിവെന്ന്. അതിപ്പോ എന്നാ അവരെന്താ പറയണ്ടെന്ന് ഇപ്പൊ അവരല്ലേ തീരുമാനിക്കുന്നത്, ഞാനല്ല. തീർന്നു. അച്ഛന് ഒരു പ്രശ്നമില്ല. അച്ഛന് പുറത്ത് നടന്ന അനുഭവം അതുപോലെ ഉള്ളിലേക്ക് കയറ്റി. ഇനി അച്ഛനെ ആരെങ്കിലും പേരൻസ് ചീത്ത പറഞ്ഞത് കേട്ടോ,
അവർക്ക് പറയണമെന്ന് തോന്നി, അവർ പറഞ്ഞു സോ വാട്ട് ഈസ് മൈ പ്രോബ്ലം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരവരുടെ സംസ്കാരം കാണിക്കുന്നു, അവരുടെ സംസ്കാരം പഠിപ്പിക്കുന്ന ടീച്ചർമാരെ ചീത്ത പറയാന്നുള്ളതാണ് അവർ പറയുന്നത്. സോ വാട്ട് ഈസ് മൈ പ്രോബ്ലം? ഇതാണ് റാഷണൽ തിങ്കിങ് എന്ന് പറയുന്നത്. റിയാലിറ്റിയാണ്. അവർ ചീത്ത പറഞ്ഞു എന്നുള്ളത് റിയാലിറ്റിയാണ്. ആ റിയാലിറ്റീനെ ഞാൻ റിയാലിറ്റി ആയിട്ട് കണ്ടു, തീർന്നു. അതേസമയം അച്ഛൻ അതിനെ അങ്ങനെ അല്ലായിരുന്നു അവർ പറയേണ്ടതെന്ന് പറയുന്നത് അത് റിയാലിറ്റി അല്ല. മനസ്സിലായ? അത് എന്താണോ അത് അതുപോലെ കയറ്റിക്കഴിഞ്ഞാൽ പുറത്തുള്ളതും അകത്തുള്ളതും തുല്യമാണ്, ആർക്കും പ്രശ്നമില്ല. പുറമേ നടന്നതിനെ ഇച്ചിരി കൂട്ടിയും കുറച്ച് ഉള്ളിലോട്ട് കയറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് പ്രശ്നമായി. ഇതാണ് NLP പഠിപ്പിക്കുന്നത്. NLPക്ക് ഉള്ളിൽ മാപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ മാപ്പ് എന്ന് പറയുന്ന സാധനം പുറമേയുള്ള സാധനത്തിനെ അകത്തോട്ട് കയറ്റി കഴിയുമ്പോൾ അതിന് വരുന്ന ഷേപ്പ്, അതിനാണ് മാപ്പെന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ കയറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മാപ്പ് ഭയങ്കര ക്ലിയറാണ്. പുറം ലോകം അകൽ ലോകം തുല്യമാണ്. എനിക്ക് ദേഷ്യവും ഇല്ല, സങ്കടവും ഇല്ല, ഓവർ തിങ്കിങ്ങില്ല, ഒന്നുമില്ല. അപ്പൊ ഓവർ തിങ്കിങ് എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ മാപ്പിൻ്റെ അകത്തൊരു തകരാറ് കിടക്കുന്നു. അതിനെ ചുറ്റിപ്പറ്റി വീണ്ടും വീണ്ടും വഷളാക്കുന്നതാണ്. മാപ്പിനെ വീണ്ടും വഷളാക്കുക ചെയ്യും. അകത്തേക്ക് ഈ സാധനം കയറിയപ്പോൾ ഒരു തരത്തിൽ കയറിയല്ലോ, അപ്പോൾ അവിടെ കിടക്കട്ടെ. അതിനെ വീണ്ടും ഇട്ട് വഷളാക്കാണ്. നമ്മൾ തന്നെ ചോദ്യം ചോദിച്ച് കൂടുതൽ വഷളാക്കും. കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു. അത് വേണ്ടായിരുന്നു, അതിങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അതങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. എന്നാ ഉള്ളതാകട്ടെ, ഇതാ നമ്മൾ നാടൻ ഭാഷ പറഞ്ഞ ഉള്ള കഞ്ഞീരും കൂടെ പാറ്റാക്കിയിട്ടു അല്ലേ? ആദ്യം 50 പേർക്ക് പാസ് കിട്ടി, 50 പേർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. അതാണ് ഉള്ളത്. കയറി കടന്നു മതി. പക്ഷെ കയറി കടന്നു കഴിയുമ്പം അച്ഛൻ പറയാ, ഷൂർ 50 പേർക്കും കൂടെ ഇച്ചിരി നന്നായിട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ അവർക്കും ഡിസ്റ്റിങ്ഷൻ കിട്ടുമായി. ഓവർതിങ്കിങ്. അതിപ്പോ ഇങ്ങനെ ശരിയായിരുന്നു. അപ്പൊ നമ്മുടെ ടീച്ചർമാരൊന്നും അതിനൊരു സ്റ്റാൻഡേർഡ് ഇല്ലല്ലോ. അപ്പൊ ടീച്ചർമാരിലേക്ക് വന്നു. ഇപ്പൊ ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ട് കാണില്ല. നമ്മുടെ മാനേജ്മെന്റ് ഇത് കൂടി ടീച്ചർമാരെയല്ലേ പോസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ വീണ്ടും ചെയ്യുന്ന വന്നു. അതിപ്പോ മാനേജർമാരെന്ത് ചെയ്യുന്നു? അവിടെ ഈ കാശ് വേണ്ട, പിന്നെ അങ്ങോട്ട് പോയി. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ അല്ല, മാനേജർമാര് അഥവാ തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ പേരൻസ് ഉണ്ടോ? കാശ് തരുമോ ടീച്ചർമാരെ, നല്ല ടീച്ചർമാരെ കിട്ടാൻ? ഇതിന്റെ പേരാണ് ഓവർ തിങ്കിങ്. അപ്പൊ ഇതെല്ലാം കൂടെ വന്ന് നമ്മുടെ തല പുണ്ണാകും. ഒന്നിനും നേരെ കിട്ടും. ഇന്ന് എന്താണ് രാവിലെ ഉണ്ടാക്കേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. രാവിലെ എഴുന്നേറ്റ് വിശക്കുന്നുണ്ട്, പക്ഷേ ദോശ ഉണ്ടാക്കണോ, ഇഡ്ഡലി ഉണ്ടാക്കണോ, ഉണ്ടാക്കണോ, ഇതിങ്ങനെ മനസ്സ് പുണ്ണായി കിടക്കാം. അതേസമയം 50 പേര് ജയിച്ചു, 50 പേര് ഡിസ്റ്റിങ്ഷൻ കിട്ടി, ഇതൊക്കെ ഫൈൻ, മനസ്സ് ശാന്തമായി, പിന്നെ വേറെ ചിന്തകളൊന്നുമില്ല. അപ്പോൾ കണ്ടു, ഇന്നലെ ദോശ തിന്നായിരുന്നു, ഇന്ന് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയാ, ഓക്കെ ഉപ്പുമാവ്, തീർന്നു, പ്രശ്നം തീർന്നു. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിനെ എംപ്റ്റി ആക്കണം. ഒരു ചിന്തകളും ഉണ്ടാകാൻ പറ്റില്ല. ഒരു ചിന്തകൾ ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളതിനെ ഉള്ള പോലെ നമ്മൾ മാപ്പിൻ്റെ അകത്ത് അംഗീകരിക്കും. 50 പേര് തോറ്റുപോയി, 50 പേര് ജയിച്ചു, തീർന്നു. അത്രയേ ഉള്ളൂ. അതാണ് പുറത്തെ അനുഭവം. ആദ്യ അനുഭവം അത് തന്നെ. ഒരു പ്രശ്നമില്ല, മനസ്സ് എംപ്റ്റി ആയി. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ മനസ്സിനെ എംപ്റ്റി ആക്കുക എന്ന് പറഞ്ഞാൽ, ആദ്യം എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോട്ടാ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യണം. ഇപ്പൊ തോറ്റുപോയി, എൻ്റെ 50 പിള്ളേര് തോറ്റുപോയി എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട് എനിക്ക് വേദന ഉണ്ടാക്കും. തോറ്റുപോകാൻ പാടില്ലായിരുന്നു, അതാണ് അതിൻ്റെ അകത്ത് തോട്ട്. എൻ്റെ 50 പിള്ളേർ തോറ്റുപോകാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു തോട്ടാ വന്നത്. അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? തോറ്റുപോയി, പ്രശ്നം തീർന്നു. അതാണ് റിയാലിറ്റി.
ഇതിനെ നമ്മൾ പറയുന്നത് അക്സെപ്റ്റിംഗ് ദ റിയാലിറ്റി ആസ് ഇറ്റ് ഈസ്. ആ റിയാലിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മാപ്പ് വികൃതമായി. വികൃതമായ മാപ്പുകളാണ് നമുക്ക് പ്രശ്നങ്ങൾ മുഴുവൻ സൃഷ്ടിക്കുന്നത്. അപ്പൊ ആ വികൃതമായിട്ടുള്ള മാപ്പിനെ നേരെയാക്കി എടുത്തു കഴിഞ്ഞാൽ ക്ലീനായി ഒരു പ്രശ്നമില്ല. ഇതാണ് NLPയുടെ ഭാഷയെ പറഞ്ഞാൽ ഓവർ തിങ്കിങ്ങിനെ ശരിയാക്കിയെടുക്കുക. പിന്നെ ഇതിനെപ്പറ്റി നമ്മൾ ചാലഞ്ചിങ് തോട്ട്സ് എന്ന് പറയുന്നു. ചാലഞ്ചിങ് തോട്ട്സ് എന്ന് പറയുന്നത് ക്രിയേറ്റ് അനദർ തോട്ട്സ്, ഇത്രയേ ഉള്ളൂ. അത് NLP തന്നെ. അപ്പൊ NLP അറിയാത്തില്ലാത്തവർക്ക് എങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല. ആ ചലഞ്ചിങ് തോട്ട്സ് മനസ്സെന്തോ പറയുന്നു, അപ്പൊ ചോദിക്കും അങ്ങോട്ട് ചലഞ്ച് ചെയ്യണം വേറൊരു തോട്ട്. ഇപ്പൊ ഇത്രയും പിള്ളേര് 50 പിള്ളേര് തോറ്റുപോയി, നാണക്കേടായില്ലേ എന്ന ഒരു തോട്ട് ഉള്ളി വന്നു. നിങ്ങളുടെ സ്കൂളിന് നാണക്കേടായില്ലേ? ഉടനെ ചാലഞ്ചിങ് തോട്ട്സ്, യെസ് നാണക്കേടായി, സോ വാട്ട് ഈസ് ദ പ്രോബ്ലം? ചാലഞ്ചിങ് തോട്ട്സ് ആണ്. അല്ല, പ്രോബ്ലം ചോദിച്ചാൽ പ്രോബ്ലം ഒന്നുമില്ല. ഇത്ര അല്ല, അടുത്ത കൊല്ലം പിള്ളേരെ കുറച്ചല്ല കിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പൊ ഞാനെന്ത് ചെയ്യണം? പറ, ടെൽ മീ ദ ആൻസർ, ഗിവ് മീ ദ ആൻസർ. പിള്ളേര് തോറ്റുപോയി, വരുന്ന കൊല്ലം ഇതിന്റെ പേര് കുറച്ച് കുട്ടികളെ നമുക്ക് കിട്ടുകയുള്ളൂ. വാട്ട് ഐ ക്യാൻ ഡു നൗ? അടുത്ത കൊല്ലം വേണമെങ്കിൽ നന്നായിട്ട് പഠിപ്പിക്കാം. അതല്ലേ ഡീൽ ദ പ്രസന്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദെയർ തോറ്റുപോയി എന്നുള്ളതാണ്. അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്? അടുത്ത കൊല്ലം നന്നായിട്ട് പഠിപ്പിക്കുക. വാട്ട് ലെസൺ യു ലേൺ ഫ്രം ദാറ്റ്? ഒരബദ്ധം പറ്റി, ഒരു മിസ്റ്റേക്ക് പറ്റി, വാട്ട് ഐ ഷുഡ് ഡു നെക്സ്റ്റ്? ഓക്കെ, അടുത്ത കൊല്ലം ബെറ്റർ ടീച്ചേഴ്സിനെ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ഓവർ ടൈം വർക്ക് ചെയ്യുക, ബെറ്റർ റിസൾട്ട് ഉണ്ടാകുക. ഇല്ലെങ്കിൽ നമ്മൾ ഈ സങ്കടപ്പെട്ടിരിക്കുകയും ചെയ്യും, ഒരു ആക്ഷൻ എടുക്കുകയില്ല. അതാണ് ഇതിൻ്റെ കുഴപ്പം. ഓവർ തിങ്കിങ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് എബിലിറ്റി, കപ്പാസിറ്റി ഇല്ലാണ്ടാവും. ഒരു കാര്യവും അതാണ് ഉള്ള കഞ്ഞിയുടെ പാട്ടായിടും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരും. അപ്പോ എന്ത് സംഭവിച്ചിപ്പം? അറിഞ്ഞോ? നെഗറ്റീവ് തോട്ടൊക്കെ വല്ല ഓവർ തിങ്കിങ് പോയോ? ഓവർ തിങ്കിങ് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യണം, വർക്ക് ചെയ്യണം. തോട്ട് വരുമ്പം അതിനെ ക്ലിയർ ചെയ്യണം. റിയാലിറ്റി ആയിട്ട് അംഗീകരിച്ചാൽ മതി, മാത്രം മതി. ക്യാൻസർ വന്നു, പിന്നെ ഓവർ തിങ്കിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. യെസ്, ക്യാൻസർ വന്നു, അതാണ് റിയാലിറ്റി. ഇനി എന്ത് ചെയ്യണം? ആശുപത്രി ഡോക്ടറെ കാണാം, ഡോക്ടർ പറയുന്ന പോലെ ചെയ്യണം. അത്രേ തീർന്നു, കഥ തീർന്നു. കാരണം രോഗം മാറാതിരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പണിയല്ല, മാറ്റുക എന്നുള്ളത്. നമ്മൾ ചെയ്യാം. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഡോക്ടറെ കാണുക, മരുന്ന് കൊടുക്കുക, തീർന്നു. മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യും. റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളതല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓവർ തിങ്കിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആകും. അപ്പം നമ്മളെപ്പോഴും മനസ്സിനെ എംപ്റ്റി ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാല, സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കും, കുറ്റം പറഞ്ഞോട്ടെ, അവർ കാരണം, ഇവർ കാരണം, ഇങ്ങനെ വി വിൽ ബി ബ്ലെയിമിങ് അതേഴ്സ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ബ്ലെയിമിങ് മെൻറ്റാലിറ്റി, എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഒരു ബ്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കുക, എവിടെയാ പ്രശ്നം കിടക്കുന്നത്? നിങ്ങൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തില്ലെന്നുള്ളതാണ്. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ബ്ലെയിമിങ്ങും ഇല്ല. ദേ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ഞാൻ കുറച്ചുകൂടെ വരുന്നതെല്ലാം കറക്റ്റ് ചെയ്ത് ജീവിക്കണം.
നമ്മൾ ബാത്റൂമിൽ തെറ്റി വീണ് കഴിഞ്ഞാൽ എന്നാ പറയുന്നത്? ഓ, അവിടെ കയറി അവര് സോപ്പ് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് പോയി, അതുകൊണ്ട് ഞാൻ തെറ്റി വീണി. നീ കയറി കഴിഞ്ഞപ്പോൾ എണ്ണയാന്ന് കണ്ടു കഴിഞ്ഞിട്ട് എന്തിയാ ക്ലീൻ ചെയ്യാതെ കയറിയത്? പ്രോബ്ലം ഈസ് വിത്ത് യു. അല്ല, എനിക്കപ്പോൾ സമയമില്ലായിരുന്നു. അപ്പോൾ സമയമില്ലെങ്കിൽ നീ ഇങ്ങനെ തെറ്റി വീണോണ്ടിരിക്കും, അത്ര തന്നെ. അതിനിപ്പോൾ എന്ത് ചെയ്യാനാ? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തവർക്ക് കിട്ടുന്ന ഫലമാണ് ഈ തെറ്റി വീഴുക എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് യു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. യെസ്, ഞാനത് ചെയ്യേണ്ട പോലെ ചെയ്തില്ല, അതുകൊണ്ട് ഐ ലേൺഡ് എ ലെസൺ ഫ്രം ദാറ്റ്. നാളെ മുതൽ ഞാൻ ബാത്റൂമിൽ കയറുമ്പോൾ ശ്രദ്ധിക്കും, അവിടെ സോപ്പുണ്ടോ എണ്ണയുണ്ടോ എന്ന് നോക്കും. സംഗതി ഇത്രയേ ഉള്ളൂ. വി ഷുഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ എടുക്കുക. ഇപ്പൊ ഇന്ന് ഇടിവെട്ടി മഴ പെയ്താലും അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്ത് ഞാൻ പ്രശ്നം തീർന്നു. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഉടനെ മഴയെ ബ്ലെയിം ചെയ്യും. എന്തൊരു മഴയാ! മഴ പെയ്യാൻ കണ്ടൊരു നേരം, ഇടിവെട്ടാൻ കണ്ടൊരു നേരം, ഞാൻ കാരണമാണ് മഴ പെയ്ത. ടേക്ക് ഇറ്റ് ഈസി, തീർന്നു. മനസമാധാനം കിട്ടിയല്ലോ. ഞാനീ പറഞ്ഞത് മനസ്സിന്റെ സമാധാനം കിട്ടാനുള്ള സൂത്ര പറഞ്ഞാൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. രമയുടെ ഭർത്താവ് മക്കളും അവിടെ കിടന്ന് ദേഷ്യപ്പെടുന്ന കൂട്ടുക. ഉടനെ രമയ്ക്ക് കണ്ടമാനം വെറുപ്പ് തോന്നും. ഈ കെട്ടിയനെ കൊണ്ട് മടുത്ത്, പിള്ളേരെ കൊണ്ട് മടുത്തെന്ന് പറയാം. ഉടനെ മനസ്സിൽ പറയാ, ഇതിന്റെ ഉത്തരവാദിത്വം ഞാൻ കാരണമാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ പറയുന്നത്. കൂടുതൽ ചോദ്യം ചോദിക്കരുത്, അങ്ങനെ ഒന്ന് എടുത്തു നോക്കാം, വളരെ പ്രശ്നം തീർന്നു. ഇവിടെ മനസ്സ് ശാന്തമായി. നമ്മൾ ഉത്തരവാദിത്വം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീർന്നു. ഇത് പബ്ലിക്കായിട്ട് പറയാനല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ മനസ്സിനോട് ഞാൻ പറയാ, യെസ്, ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ആണോ? എന്നാ അത് വിട്ടേടാന്നും പറയും. ആര് പറയും? മൈൻഡ് പറയും. തീർന്നു, പ്രശ്നം തീർന്നു. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ മനസ്സിന്റെ ശാന്തത പോയി, ഒരു സൊല്യൂഷനും കിട്ടാനും പോകുന്നില്ല. മറ്റവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ? അതില്ലതാണ്. ഇത് ഞാനും എൻ്റെ മനസ്സും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇനി മുതൽ ഇവിടെ എന്ത് ഇടിവെട്ടിയാലും ഐ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ഓ, നീ ഏറ്റോ? എന്നാ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആർക്ക്? മനസ്സ് പറയും എനിക്ക് പ്രശ്നമില്ല, തീർന്നു. ഇതൊക്കെ ചില സൂത്രവിദ്യകളാണ്. ഹൗ യു ക്യാൻ ലീവ് ഹാപ്പിലി. അല്ലെ നിങ്ങൾ ചോദിക്കുക. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ സമാധാനം വേണോ വേണ്ടയോ? അറ്റ് എനി കോസ്റ്റ്. ചില പറയാൻ ഉറങ്ങാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? മനസ്സമാധാനം ഇല്ല. എടാ, യു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ഒന്ന് എടുത്തു നോക്ക. എടുത്തപ്പോ പ്രശ്നം തീർന്നു. അപ്പോൾ നമ്മുടെ ഓവർ തിങ്കിങ് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഒരു ക്ലാസ് ഞാൻ 2 വർഷം മുമ്പ് എടുത്തിരുന്നു. അപ്പോൾ ഒരു ടോപ്പിക്ക് തന്നെ എടുക്കുന്നത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സമയത്ത് മനസ്സിൽ വരുന്ന പോലെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി നാളെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സ്റ്റിൽ ഡിഫറെൻറ്റ്. കാരണം NLPയിൽ ഒരു സംഗതി പറയുന്നത്, യു ഗോട്ട് ഓൾ ദ റിസോഴ്സസ്. നമുക്ക് എല്ലാ റിസോഴ്സുകളും ഉള്ളത് സ്ഥിതിക്ക് നമുക്ക് ഏത് പ്രശ്നവും എങ്ങനെ വേണേലും സോൾവ് ചെയ്യാൻ പറ്റും. ഇല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ? സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരെണ്ണം മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ചുറ്റുപാട് സൊല്യൂഷൻസ് ആണ് കിടക്കുന്നത്. അതിനെ കണ്ണ് തുറന്ന് നോക്കിയാൽ മതി. കണ്ണ് തുറന്ന് നോക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മനസ്സ് ശാന്തമായി കഴിയുമ്പം മനസ്സിലേക്ക് സംഗതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഒന്നിൻ്റെയും പുറകെ നടക്കേണ്ട ആവശ്യമില്ല. കുറെ പുറകെ നടക്കേണ്ട ആവശ്യം വരുന്നത് എപ്പോഴെന്ന് വെച്ചാൽ മനസ്സ് നിറച്ച് ഇങ്ങനെ സാധനങ്ങൾ കിടക്കാണ്.
അപ്പം നമ്മൾ പെറുക്കിയെടുക്കണം, ഓരോന്നോരോന്ന് തപ്പി കണ്ടുപിടിക്കണം. ഇവിടെ ഒന്നും ആവശ്യമില്ല, ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനസ്സിനെ ശാന്തമാക്കിയാൽ മതി. അപ്പോൾ NLP എന്ന് പറഞ്ഞ സംഗതി കൂടെയാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇതുപോലെ NLP കൂടെ നിങ്ങൾക്ക് NLP എന്ന് പറഞ്ഞാൽ ഇത് ദ ഇൻസ്ട്രക്ഷൻ ബുക്ക് ഓഫ് ദ മൈൻഡ് എന്ന് പറയും. എൻ്റെ മനസ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ ബുക്കാണ്. ഞാനിതിൻ്റെ വീഡിയോ അയച്ചു തരാം കേട്ടോ. നിങ്ങൾ ആരും ഒന്നും എഴുതിയെടുത്ത് സമയം കളയണ്ട. ഇത് യൂട്യൂബ് വീഡിയോ ആയിട്ട് ഇട്ടേക്കാം. എവരിബഡി ക്യാൻ സീ. അതൊരു ഈ ക്ലാസ് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും റെഡിയാകും. ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു ഷെയറിങ് നടത്തിയിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ കളഞ്ഞേക്കാൻ പറഞ്ഞാൽ മതി. കാരണം ചില വേറെ സാറേ ഞാൻ സംസാരിച്ചിൻ്റെ ഭാഗം അങ്ങനെ കളഞ്ഞേക്കാം, കളഞ്ഞേക്കാം. അതിന് പിന്നെ ഇവിടെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നമ്മളെടുത്തത്. നിങ്ങൾ കേൾക്കാനായാലും കേട്ടില്ലേ. പിന്നെ ഇതിനകത്ത് വേറെ ആൾ കേൾക്കാൻ പറ്റാത്ത ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. NLPയുടെ ഒരു ക്ലാസ് ചിലപ്പം അടുത്ത ആഴ്ച, ചിലപ്പം ഇന്നത്തെ ആഴ്ചയിലായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് താല്പര്യമുള്ളവർക്ക് ഈ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അല്ലാത്തവരെന്നെ വിളിച്ചു ചോദിക്കണം, സാറേ അടുത്ത ക്ലാസ് എന്താണ്. നിങ്ങൾ NLP ആയിട്ട് ബന്ധപ്പെടുന്നത് ചോദിക്കുന്നത് യു ക്യാൻ ആസ്ക് മീ എനിത്തിങ്. ടോപ്പിക്ക് ഇതായിരിക്കണം എന്നില്ല, വേറെ ടോപ്പിക്കൊന്നും ചോദിച്ചേക്കരുത്. എന്ന് പറഞ്ഞാൽ സാറേ അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് അതൊന്നും എനിക്കറിയത്തില്ല. ഇനി ലോകത്തിലുള്ള ഏത് കാര്യം ചോദിച്ചാലും പറയാം. വേറെ ടോപ്പിക്കൊന്നും ചോദിച്ചാൽ ഞാൻ പഠിച്ചിട്ടില്ല, അത് എന്നോട് ചോദിക്കും. രമയ്ക്ക് അതെങ്കിലും ചോദിക്കാനുണ്ടോ? ഭർത്താവിൻ്റെ കാര്യമോ മക്കളുടെ കാര്യമോ നാട്ടുകാരുടെ കാര്യമോ വേണമെങ്കിൽ ചോദിച്ചു. ഇറ്റ് ഷുഡ് ബി റിലേറ്റഡ് ടു യു. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ നമ്മളിതിനവിടെ ചർച്ച ചെയ്യുന്നു. ചിലർ ചോദിക്കും, സാറേ എൻ്റെ ഭർത്താവ് ഭയങ്കര കുടിയനാണ്, അതിനും പണിയുണ്ട്. നിങ്ങളുടെ ഭർത്താവ് കുടിയനാണെങ്കിൽ 6 മാസത്തിലെ ആ കുടി നിർത്താം. അയാളൊന്നും ചെയ്യണ്ട, നിങ്ങളും ഒന്നും ചെയ്യണ്ട, എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. അതാണ് ഇവിടെ നടന്നിരിക്കുന്ന മുഴുവനും. നിങ്ങളുടെ മക്കളെ നന്നാക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അയൽവക്കക്കാരനെ നന്നാക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. അവരല്ല നിങ്ങൾ. എന്റെ മനസ്സിലോട്ട് വരുന്ന എന്റെ ക്വസ്റ്റ്യൻ ഞാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പറഞ്ഞു. എന്റെ മനസ്സിലോട്ട് വരുന്ന ഇൻട്രൂസീവ് തോട്ട്സ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? അത് നമ്മുടെ കൺട്രോളിലുള്ള ഒരു കാര്യമല്ലല്ലോ. അല്ല, ഈ കൺട്രോൾ എന്നുള്ള വാക്ക് നമ്മുടെ ഡിക്ഷണറിയിൽ ഇല്ല. കാരണം കൺട്രോൾ നമുക്ക് എന്തിനെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ലോകത്തിൽ ഒന്നിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയല്ല. നമ്മുടെ ചിന്തകളെങ്കിലും. നമ്മുടെ ചിന്തകളെ അതാ പറഞ്ഞ എന്തിനാ കൺട്രോൾ ചെയ്യുന്നത്? അത് വന്നോട്ടെ. ഏത് ചിന്തയാ? പ്രശ്നം പറ. ഒരു ചിന്ത പറ. എന്റേന്ന് പറയണം. ഒന്ന് ഞാനൊന്ന് പിൻ ചെയ്യട്ടെ അദ്ദേഹത്തിന്. എനിക്ക് തിരിച്ചു പോകാൻ പറ്റും. അവിടെ നിൽക്കുക. ചാരിയിരിക്കുക. ബ്രീത്തിങ് ശ്രദ്ധിക്കുക. വയറ് താഴ്ന്ന് പൊങ്ങുന്നത് മാത്രം ശ്രദ്ധിക്കുക. നോർമൽ ബ്രീത്തിങ്. ഒരു ഡീപ് ബ്രീത്ത് ഒന്നും ചെയ്യണ്ട. ചിന്തകൾ വന്നോട്ടെ പൊയ്ക്കോട്ടെ. ബ്രീത്തിങ് മാത്രം ശ്രദ്ധിക്കുക. മനസ്സിൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു. അത് മനസ്സിൽ നിന്നാണ് വന്നത്. അത് മനസ്സിൽ കിടക്കുന്നു. അപ്പം അതിൻ്റെ ഉത്തരം
കൊടുക്കുക. ഞാൻ ഇനി നീ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പോവുകയാണെങ്കിൽ ക്ലാരിറ്റി കിട്ടുള്ളൂ. നിന്റെ മനസ്സ് നിന്നോട് ചോദിച്ചു, ആ ചോദ്യം എന്താണോ അതിൻ്റെ ഉത്തരം കൊടുക്കുക. ഉത്തരം കൊടുത്തോ? ഉം. ഓക്കെ. കൊടു- ഇനി വേറെ എന്തെങ്കിലും ചോദ്യങ്ങളോ ഉത്തരങ്ങളോ എന്തെങ്കിലും പെൻഡിങ് അവിടെ കിടപ്പുണ്ടോ എന്ന് നോക്കുക. എന്ന് പറഞ്ഞാൽ മനസ്സ് ശാന്തമായോ എന്ന് നോക്കുക. വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഉം. അതിൻ്റെ ഉത്തരം കൊടുക്കുക. ഉം. അങ്ങനെ നോക്കാം. മനസ്സ് എന്ന് പറഞ്ഞാൽ അവസാനം മനസ്സിനൊന്നും ചോദിക്കാനില്ലാത്ത ലെവൽ വരെ നമ്മൾ ഉത്തരം കൊടുക്കണം. വേറെ തോട്ട്സ് ഒന്നും വരുന്നില്ല. അപ്പൊ അവിടെ ശാന്തമായിട്ടിരിക്കുക. കണ്ണു നിറക്കണ്ട, എനിക്ക് ഞാൻ പറയുന്നത് കേട്ടാൽ മതി. എൻ്റെ മനസ്സിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ ഞാൻ പുറത്തേക്ക് കൊടുക്കുന്നു. അതാണ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ്റെ എല്ലാ സൊല്യൂഷനും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എക്സ്റ്റേണലിലോട്ട് ഒന്നും കൊടുക്കാനില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം ഉള്ളിൽ തന്നെ ഉണ്ട്. ഗോദ്രേജ് പാഡ്ലോക്ക് ഉണ്ടാക്കുന്നവരാ. അവര് ഈ പാഡ് മാത്രം ഉണ്ടാക്കിയാൽ അതിൻ്റെ ലോക്കും കൂടെ, അതിൻ്റെ താക്കോലും കൂടെ ഉണ്ടാക്കും. ഇത് രണ്ടും കൂടെ കൂട്ടിയാണ് വിൽക്കുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലുണ്ടാകുന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും മനസ്സിലുണ്ട്. The mind is bound to give you the answer, whatever the mind is asking. ഒന്നത്. രണ്ടാമത്, താങ്കളുടെ മനസ്സിൻ്റെ ഉത്തരം താങ്കൾക്കല്ലാതെ വേറെ ആർക്കും കൊടുക്കാനും പറ്റത്തില്ല. കാരണം ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്. ഇനി കണ്ടു തുറന്നേ. ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇല്ല. അത്രേ ഉള്ളൂ. താങ്ക് യു. ഇതാണ് ഇപ്പം എല്ലാവർക്കും മനസ്സിലായോ? നമുക്ക് വേണ്ട ഉത്തരങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. മനസ്സ് ശാന്തമാക്കി കഴിഞ്ഞാൽ അതവിടെ വന്നിരിക്കും. ശാന്തമാക്കാത്തത് കൊണ്ടാണ് പ്രശ്നം വന്നിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറ്? ആ ഒരു സെക്കൻഡ്. ആരാ? ലൂസി ജോയിക്കാണോ? ആണ്. ഓക്കെ, ലൂസി ജോയിക്ക് കൗൺസിലിംഗ് ഇപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ആണോ ജനറൽ ആയിട്ടുള്ള? അല്ല, ഇതിനോടനുബന്ധിച്ചുള്ളത്. ചോദിച്ചോളൂ. ഇപ്പൊ നമ്മൾക്കിപ്പോ ഇങ്ങനെ ഒരു ചിന്ത വരുന്നു, അത് നമ്മൾക്ക് അപ്പം ഇരുന്ന് ബ്രീതിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ കണ്ടുപിടിക്കാൻ, ഇതിപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാവും ഈ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണത്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഇരുന്ന് ഓരോന്നിനെ റെക്ടിഫൈ ചെയ്യാൻ. ഇപ്പൊ മനസ്സിലായി. ഇനി നമ്മൾ എന്നുള്ളത് മാറ്റിയിട്ട് ഞാനെന്ന് പറ. ഇതിപ്പോ എനിക്ക് കാരണം ഞാൻ അതിൻ്റെ അത് ഉൾപ്പെട്ടതാണെങ്കിൽ ഇത് ഓക്കെ. ഞാൻ അതിൻ്റെ അത് ഉൾപ്പെടാത്ത, അതുകൊണ്ട് എൻ്റെ എന്നങ്ങ് പറഞ്ഞാൽ മതി. പറഞ്ഞു. ഇപ്പൊ എനിക്കിങ്ങനെ ചിന്തകൾ ഇങ്ങനെ ഇപ്പെന്ന് പറഞ്ഞാൽ അത് മനസ്സിന്റെ ഭാഷയല്ല. എനിക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പറയണം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞു. എനിക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചിന്തകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇരുന്ന് നമ്മൾ ഇങ്ങനെ ഓരോ ചിന്തേനും നമ്മളെന്നുള്ള വീട് ഞാൻ ആ സമയത്ത് എനിക്ക് ഓരോ ചിന്തകളെയും അറ്റൻഡ് ചെയ്ത് അതിന് ഉത്തരം കൊടുക്കാനൊന്നും ആ സമയത്ത് പറ്റില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യണതിന്റെ പറ്റില്ലല്ലോ എന്ന് ഇത് ആരോടാ പറയുന്നത്? ആ പറ്റുകയില്ലെന്ന് പറ. എനിക്ക് പറ്റുകയില്ല. പറ്റില്ല. എങ്കിൽ മാത്രമേ സബ്ജക്റ്റീവ് ആവുള്ളൂ, എൻ്റെ പ്രശ്നമാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ലൂസിയുടെ പ്രശ്നമാവുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ലൂസിനെ പ്രശ്നം സോൾവ് ചെയ്യാം. ഒന്ന് പിൻ ചെയ്ത് എല്ലാവരും കൂടെ. ഓക്കെ, നേരെ ഇരിക്കുക, ചാരി ഇരിക്കുക, ബ്രീത്തിങ് ശ്രദ്ധിക്കുക. വയറ് താഴുന്നു പൊങ്ങുന്നു, അതിൽ മാത്രം ശ്രദ്ധിക്കുക.
ഇനി ലൂസിക്ക് ഉണ്ടായ ഒരു അനുഭവം പറ. ഇങ്ങനെ ഈ പറഞ്ഞ അനുഭവം ഉണ്ടായത് പറ. എനിക്ക് ചിന്തിക്കാൻ പറ്റാതെ വന്ന ഒരു അനുഭവം പറ. പറയാൻ പറ്റുന്ന പറഞ്ഞാൽ മതി. കാരണം നമ്മൾ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ റിയാലിറ്റി. ഉണ്ടായ കാര്യം മാത്രമേ റിയാലിറ്റി ഉള്ളൂ. ഉണ്ടാകാൻ പോകുന്ന കാര്യം റിയാലിറ്റി അല്ല. ഭാവിയെ പറ്റി ചോദിച്ചാൽ ഞാൻ ഉത്തരവില്ല. അപ്പോൾ ഉണ്ടായ കാര്യത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ പറ. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു, അന്ന് ചിന്തിക്കാൻ പറ്റിയില്ല, അബദ്ധം പറ്റിയെന്ന് പറ. പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പറയണ്ട. ഇപ്പം ഇപ്പം എന്നല്ല, അപ്പം ഉണ്ടായ കാര്യം പറ. എന്നെ കുറിച്ച് ഞാൻ പറയാത്തയും ചെയ്യാത്തയും കാര്യം ഒരാള് പറഞ്ഞു. ഒരാൾ പറഞ്ഞു. ഓക്കെ, അത് ഞാൻ കേട്ടു, കേട്ടു. ഞാൻ അറിഞ്ഞു. ആ അപ്പൊ അതിനെക്കുറിച്ച് ഉള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ചിന്തകൾ വന്നു. ഉം. ഓക്കെ. ചിന്തകൾ വന്നിട്ട് ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായി? ചിന്തകൾ ഇങ്ങനെ കാട് കയറി പോവാണ്. എന്നാലും അങ്ങനെ അല്ല, അതുകൊണ്ട് എന്ത് വികാരം വന്നെന്നാ ചോദിക്കുന്നത്? ദേഷ്യം, സങ്കടം, പേടി, വെറുപ്പ്, അങ്ങനെ വല്ലതും വന്നോ? അപ്പൊ ദേഷ്യം വന്നു. ദേഷ്യം വന്നു. ദേഷ്യം വന്നപ്പം ഉള്ളിലൊരു സംസാരം നടന്നിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ. അതെന്താണ്? എന്തിനാ ആവശ്യമില്ലാണ്ട് അവര് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? എന്തിനാണ് അവർ ആവശ്യമില്ലാതൊക്കെ സംസാരിച്ചത് എന്ന്, അല്ലേ? ഓക്കെ. ചാരി ഇരുന്നു. മനസ്സിൽ ഇങ്ങനൊരു ചോദ്യം വന്നിട്ടുണ്ട്. എന്തിനാണ് അവരെന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്നാണ് പെൻഡിങ് ആയിട്ടുള്ള ഒരു ചോദ്യം കിടക്കുന്നത്. അതിന്റെ ഉത്തരം കണ്ടുപിടിച്ച്. കണ്ടുപിടിച്ചു. ഉത്തരം പറ. ഈ പള്ളി ഇപ്പൊ ചിരിക്കുക അല്ലേ? മതി, മനസ്സിലായി. ഇത്ര കാര്യമുള്ളൂ. നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്നാ പുള്ളി പറയാൻ ഉദ്ദേശിച്ചെന്നാണ്. കാരണം പുള്ളി ഒരു സൈക്കോളജിസ്റ്റും കൗൺസിലറാണ്. ഇത്രേ കാര്യമുള്ളൂ. ഇതൊക്കെ ചുമ്മാ പറയുന്ന. ഞാനിങ്ങനെ ബിസിയായിട്ട് നടക്കുമ്പോൾ കാര്യങ്ങൾ നടക്കുന്നു. ചിന്തിക്കാൻ എവിടെയാ ടൈം വേണ്ടത്? വിത്തിൻ നോ ടൈം യു ഗെറ്റ് എ തോട്ട്. ഇപ്പോഴത്തെ അതിന്റെ റിസൾട്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവരുടെ വായിലിരിക്കുന്ന അവരുടെ നാക്കും ഉപയോഗിച്ച് അവർ പറയുന്നു, ഞാനെന്ത് ചെയ്യാനും? ഇതാണ് അതിന്റെ റിസൾട്ട്. അത് ആ സമയത്തും വരും. ചോദിച്ചാൽ മതി. നമ്മളത് ചോദിക്കല. അയ്യോ, ഇവരെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങ് വിട്ടു, തീർന്നു. ഉടനെ അതിന്റെ ഉത്തരം പറയും. അപ്പൊ ഞാനത് ചെയ്യാന് കൺട്രോൾ ഓവർ ഇപ്പൊ ഭർത്താക്കന്മാര് പറയുന്ന കാര്യത്തിൽ ഭാര്യയ്ക്ക് എന്ത് കൺട്രോൾ ആയിരിക്കുന്നു? ദർ ഇസ് നോ കൺട്രോൾ. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മളെ പുകഴ്ത്തി പറയും, ചിലപ്പോൾ നമ്മളെ മോശമായിട്ട് പറയും, ചിലപ്പോൾ പറയുന്നത് ഒരു ഉപ്പുമില്ല, രുചിയില്ല, എന്ത് ഭക്ഷണമെന്ന് ചോദിക്കും. അപ്പൊ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ തട്ടിക്കയറും. ഹാവ് യു ഗോട്ട് എനി കൺട്രോൾ? ഒരു കൺട്രോളും ഇല്ല. അപ്പൊ എന്ത് ചെയ്യാൻ സാധിക്കും? യു കോണ്ട് ഡു എനിത്തിങ്. അത്രേ ഉള്ളൂ. അപ്പൊ എന്താ അതിന്റെ സൊല്യൂഷൻ? നിങ്ങളുടെ മനസ്സെങ്കിലും മര്യാദയ്ക്ക് അവിടെ ഇരുന്നോളും. അത്രേ ഉള്ളൂ. അയാളുടെ മനസ്സ് ഉണ്ടായതിന്റെ പേര് ഞാനെന്ത് ചെയ്യാനാ? കുറച്ച് ദിവസം കഴിയുമ്പോണ്ടല്ലോ അയാളെ വിചാരിക്കും, ഓ ഇതിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ആ പാർട്ടി ക്ലിയർ ആകുന്നത്. കേട്ടില്ല, രമ പറയുന്നത് കേൾക്കത്തില്ല. അൺമ്യൂട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറയുമ്പോ നമ്മളൊന്നും മിണ്ടാൻ പാടില്ല, അതിന് ഉത്തരം അല്ല, അങ്ങനെ ഞാൻ പറയണ്ട. പറഞ്ഞില്ല. ഞാനൊന്നും പറഞ്ഞില്ല. അത് നിങ്ങൾ പറഞ്ഞ കാര്യം. ഇപ്പൊ ഞാൻ ഒന്നും മിണ്ടാൻ പാടില്ല എന്നുള്ളത്. ഇറ്റ് ഈസ് അപ് ടു യു. യു ഡിസൈഡ്. അല്ല ഇപ്പൊ ഈ അല്ല അല്ല ക്ലാസ് ഇങ്ങനെ അല്ല എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് മനസ്സിന്റെ ഭാഷ അല്ല. മനസ്സിന്റെ ഭാഷ മാത്രം സംസാരിക്കുമോളെ. ഇപ്പൊ നമ്മൾ പറയുന്ന ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒന്നും പറയാൻ പാടില്ലെന്ന് ആരോടാ പറഞ്ഞ? എന്നോടാണോ പറഞ്ഞ? നിങ്ങളുടെ കാര്യം എന്നോട് പറഞ്ഞിട്ടാണ് കാര്യിക്കുന്നത്. യു ആസ്ക് യുവർ സെൽഫ്. അതല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞ. നീ എന്ത് ചോദ്യം നിന്റെ മനസ്സിനോട് ചോദിച്ചു കഴിഞ്ഞാലും, അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞുണ്ടല്ലോ, മനസ്സിനോട് ആപ്പ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ അയാളോട് ഒന്നും മിണ്ടാൻ പാടില്ലല്ലേ എന്ന് ചോദിക്കുക സ്വയം. അപ്പൊ അതിന്റെ ഉത്തരം കിട്ടും.
എന്ത് ഉത്തരവാ കിട്ടുന്നത്? അത് നിന്റെ ഇഷ്ടം പോലെ ആ നേരത്തെ എന്നാന്ന് ചെയ്യാൻ പറയുക, അല്ലാണ്ട് ഇപ്പം മനസ്സെന്ന് പറയാൻ. നിനക്ക് രണ്ട് ഇങ്ങനെ ചീത്ത ഞാനിപ്പോ ഒരു ക്ലാസ്സിന് ഇങ്ങനെ കയറി വിചാരിക്കാം. അപ്പൊ പുള്ളി പറയും ഇടയ്ക്ക് ഈ എല്ലാം കൂടി തലയിൽ കയറ്റിയിട്ട് അപ്പൊ ഒന്നാമത് വെയ്യാണ്ടാവണ എല്ലാം കൂടി അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇത് അല്ല, അയ്യോ ഇത് നമുക്കല്ല, എനിക്ക് കൺഫ്യൂഷൻ ആവുന്നതാണ്. എനിക്ക് കൺഫ്യൂഷൻ ആവും. ഈ കൺഫ്യൂഷൻ അല്ല, അപ്പൊ അവിടെ എനിക്ക് ഇങ്ങനെയാണോ? അലർട്ടിച്ച കൺഫ്യൂഷൻ എന്നുള്ള വാക്ക് മനസ്സിന് മനസ്സിലായോ? ഇല്ല. ഇല്ല. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ അപ്പൊ സാധനം സ്വന്തം മനസ്സിന് മനസ്സിലാകാത്ത ഭാഷയാണ് രമ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാ ഭർത്താവിന് മനസ്സിലാകണം? ഓക്കെ. ആ അപ്പൊ അതാണ്. അവിടെ എന്ത് ചോദിക്കണം? അതെനിക്കറിയത്തില്ല, അത് സ്വയം ചോദിക്കുക. ഇപ്പൊ ശരിയാക്കി തരാം. ഒന്ന് പിൻ ചെയ്തു. ഓക്കെ, ഇവിടെ ഇരുന്നു. ചാരി ഇരിക്കുക. ഇതിന്റെ എല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ റിലാക്സ് ആകുന്നില്ലെന്നുള്ള. റിലാക്സ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം കിട്ടിക്കോളും. ബ്രീതിങ് ശ്രദ്ധിക്കുക. വയറ് പൊങ്ങുന്നു താഴുന്നു ശ്രദ്ധിക്കുക. ഇപ്പൊ ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് മനസ്സ് ഇപ്പൊ എന്താ പറയുന്നത്? വല്ലതും പറയുന്നുണ്ടോ? അത് വിട്ടേക്കാനാ പറഞ്ഞല്ലേ? ആ ഇഷ്യൂ അങ്ങ് വിട്ടേക്കരുത്, അത്രേ ഉള്ളൂ. അല്ല, എനിക്കറിയത്തില്ല. യു ആർ സെയിങ്, നിങ്ങളുടെ മനസ്സ് വല്ലതും പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. ഉം. Okay. ഇത്രയല്ലേ? റിലാക്സ് ആയി കഴിഞ്ഞാൽ മനസ്സ് പറയും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ചെയ്യേണ്ടാത്ത റിലാക്സ് ആവാത്താണ് എന്റെ ഒരു ഇത്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ചെയ്യണമെങ്കിൽ ആ പക്ഷെ അത്രേ ഒരു മിനിറ്റ് അത് നമ്മൾ ചെയ്യണത് എല്ലാത്തിലും പോയി കയറിക്കൊള്ളും. എല്ലാത്തിലും ഒരു അവിയല് വരുവാണ്. അതുകൊണ്ടാണെന്ന് അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നമ്മൾ മനസ്സിനെ ശാന്തമാക്കണം. ഈ മനസ്സിനെ ശാന്തമാക്കാൻ ഇതിനാ ഞാൻ പറഞ്ഞ NLP നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണത്. പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ മനസ്സ് എപ്പോഴും ശാന്തമായിട്ടേ ഇരിക്കത്തുള്ളൂ. നിങ്ങൾ ഈ ഭൂലോകം മുഴുവൻ മനസ്സിൽ കയറ്റിക്കൊണ്ട് നടക്കുന്നതുകൊണ്ട് ഇതാണ് മനസ്സിൽ കിടക്കുന്നത്. ഏതു നേരം പ്രശ്നങ്ങൾ തന്നെ. ഏത് പ്രശ്നം വന്നാലും അപ്പം ഞൊടിയുടെ അങ്ങ് സോൾവ് ചെയ്തങ്ങ് പോക്കോളും. അതിന് ടൈമും വേണ്ട, ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോ സ്റ്റിയറിംഗ് എന്ന് കേട്ടിട്ടില്ലേ? ഇത് ഓട്ടോ സ്റ്റിയറിംഗ് ആ മനസ്സ്. അതിൻ്റെ സൊല്യൂഷൻ അപ്പം വന്നുകൊണ്ടിരിക്കും. നമുക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞ പരിപാടിയില്ല. കാരണം പുറത്തെ ലോകം അതുപോലെ അങ്ങോട്ട് കയറുന്നത്. കെട്ടിയാൻ ചീത്ത പറഞ്ഞു തീർന്നു. അത് എനിക്കൊരു ഇഷ്യൂ അല്ലല്ലോ. ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ മനസ്സിലായി. അത് പുള്ളിയല്ലേ ചീത്ത പറഞ്ഞു, ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പുള്ളിയുടെ പേരിൽ ചീത്ത പറഞ്ഞ അവിടെ മനസ്സിൽ കിടക്കും. അപ്പോൾ പുള്ളി ചീത്ത പറയുന്ന ആളാണ്, തീർന്നു. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മൈ പ്രോബ്ലം? പ്രോബ്ലം എവിടെയാന്ന് ചോദിച്ചാൽ അയാളെ കറക്റ്റ് ചെയ്യാൻ പോകുന്നു. അയാളെ കറക്റ്റ് ചെയ്യാൻ നിനക്ക് എന്താ അവകാശം ഇരിക്കുന്നത്? ഞാൻ നീ എന്നുള്ള വാക്ക് വിത്ത് റെസ്പെക്റ്റാണ് സംസാരിക്കുന്നത്. നിനക്ക് എന്താ അവകാശം നിന്റെ ഭർത്താവിനെ കറക്റ്റ് ചെയ്യാൻ? ഇന്ന് വരെ ലോകത്തിൽ ആരെങ്കിലും ഒരാളെ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ? Can correct yourself. ആരും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പോലീസും പട്ടാളവും ഉള്ളിടത്തൊക്കെ ആ നിയമം അനുസരിച്ച കാര്യങ്ങൾ അവർ നടത്തിക്കോളും. അത് കറക്ഷനല്ല. They are forced to do that. കറക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വയം മനസ്സുകൊണ്ട് ചെയ്യുന്നതിനാണ് കറക്ഷൻ എന്ന് പറയുന്നത്. അത് സ്വന്തം മനസ്സിൽ പറയാതെ കൊണ്ട് അത് വിട്ടേരടാ, അത് വിട്ടേരേ, അവരെങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ കറക്റ്റഡ് ആകുന്നത്. അതാണ് എൻ്റെ മനസ്സിനെയാണ് ഞാൻ കറക്റ്റ് ചെയ്യുന്നത്. കാരണം വേറെ ആളുടെ മനസ്സ് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അതിനെങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്? അതൊരിക്കലും പറ്റത്തില്ല. പറ്റാത്ത കാര്യങ്ങൾ ശ്രമിക്കുന്നതാണ് ഇറാഷണൽ തോട്ട് എന്ന് പറയുന്നത്. എൻ്റെ ഭർത്താവിനെ ഞാൻ ശരിയാക്കും. നീ ശരിയാക്കും. എല്ലാവരും ശരിയാകും, പ്രൊവൈഡഡ് ഞാൻ ശരിയായാലും. അതന്നെ പറയുന്നത്, നീ നന്നായാൽ ലോകം മുഴുവൻ നന്നാകുമെന്ന് പറയുന്നു.
പിന്നെ വേറൊന്ന് പറയും, സ്റ്റാർട്ട് വിത്ത് യു, നിന്നിൽ തുടങ്ങണം എന്ന്. ഇനി എന്താ ചോദിക്കാനുള്ളത്? Excuse me, sir. ആ Good, good evening, sir. Colonel Radhamaniയാണ്. ഡോക്ടർ രാധാമണി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഉം. അപ്പൊ എന്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാല് ഈ പിന്നെ PTSD-യില് നമ്മൾ NLP ഉപയോഗിക്കാറുണ്ടോ ഈ എന്റെ കൊച്ചേ, PTSD അതാ ഞാൻ നേരത്തെ പറഞ്ഞു. വിഷ്വലൈസേഷൻ? വി വിൽ ബി ടോക്കിംഗ് ഓൺലി NLP. ബാക്കി അതെ കാര്യങ്ങളെ സർ, അത് NLP നമ്മൾക്ക് PTSD-യിൽ ഇല്ല, വിഷ്വലൈസേഷനിലൂടെ ചെയ്യാൻ PTSD-യെ പറ്റി പറ്റുമോ? എനിക്ക് അറിഞ്ഞുകൂടല്ലോ. ഞാൻ പിന്നെ ഇങ്ങനെ അതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ സർ. ഇതാണ് ഞാൻ ആദ്യമേ ബെയിലെടുത്തത്. എനിക്ക് ഓക്കെ സർ, അറിയാവുന്ന കാരണം ടോപ്പിക് ഇത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുള്ളൂ. ഓക്കെ ഓക്കെ, ഫൈൻ സർ. താങ്ക് യു സർ. താങ്ക് ഓക്കെ, യു സർ. വെൽക്കം. അതിന്റെ ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും പഠിച്ച ആളിനോട് ചോദിക്കണം. നിതീഷിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സർ, തോട്ട്സിന്റെ ഒരു സ്പീഡ് കുറയ്ക്കാനായിട്ട്, ലൈക്ക് യു ഹാവ് മേ ബി ഇൻ എ മിനിറ്റ്സ് ലെറ്റ്സ് 10 തോട്ട്സ് വരിക എന്നുള്ളത് അതൊരു 2 തോട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കത് ഇറ്റ്സ് മോർ മാനേജബിൾ റാദർ. അല്ല, ആദ്യമായിട്ട് നിതീഷിന്റെ തോട്ട്സ് എന്ന് പറഞ്ഞ എന്നാന്നറിയാമോ? ഒരു ഫ്രീ ഫ്ലോ ഓഫ് അല്ല, വാണ്ടറിങ് എമോഷൻ, സംതിങ് ലൈക്ക് ദാറ്റ്. ഒരു ലേമൻസ് ലാംഗ്വേജ് ഞാൻ അങ്ങോട്ട് പറയാം. നമ്മുടെ മനസ്സിൽ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസാരം, മനസ്സിന്റെ സ്വഭാവം അതാണ്. അത് ഇങ്ങനെ ചെറുപറാന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ വഴിക്ക് വിട്ടേച്ചാൽ മതി. നമ്മൾ അതേ കയറി തൂങ്ങാതിരുന്നാൽ മതി. ഇത്രയേ ഉള്ളൂ. അതിനെപ്പറ്റി നമ്മൾ കൺസേൺഡ് ആകേണ്ട ആവശ്യമില്ലെന്ന്. അവിടെ എന്തെങ്കിലും വന്നോട്ടെ, നമ്മളെ ശല്യപ്പെടുത്തുന്ന വന്നാൽ മാത്രം നമ്മൾ അതിനെ ഡീൽ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? അത് മൈൻഡ് ചെയ്യേണ്ടെന്നാണ് സാർ പറയുന്നത് അല്ലേ? അതങ്ങനെ അതിനെ മൈൻഡ് ചെയ്യണ്ട, അത് ലെറ്റ് ഇറ്റ് കം ആൻഡ് ഗോ എന്ന് ഒരു മാത്രം. കാര്യം ചെയ്യാം, അങ്ങനെ മൈൻഡ് ചെയ്തു അങ്ങോട്ട്. അതുകൊണ്ട് എന്ത് ഗുണം കിട്ടാൻ പോണം? മൈൻഡ് ചെയ്യാന്ന് കൊണ്ടുള്ളത് മനസ്സിന്റെ ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നത്. വാട്ട് യു മീൻ ബൈ മൈൻഡ് ചെയ്യുക? ഇപ്പം ലൈക്ക് ഒരു കുറെ തോട്ട്സ് വന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കുറെ. സമ്മതിച്ചു. ഒന്ന് കാര്യം ചെയ്യാം, ഒരു തോട്ട് പറഞ്ഞ ഇപ്പൊ വന്ന ഒന്ന് കണ്ണടച്ച്. 60,000 തോട്ട് വരുന്നില്ല പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ഒരു തോട്ട് വന്നിടും, അതെന്താന്ന് പറ. ഇപ്പൊ ഒരു വീട്ടിലെ ഒരു ഫാമിലി ഇഷ്യൂ ആണ് വന്നത്. ലൈക്ക് അല്ല, ഒരു തോട്ട് പറയൂ മോനെ, ഒരൊറ്റ തോട്ട് പറ ഇപ്പൊ വന്ന. വീട്ടിലെ ഒരു അതൊരു ലാംഗ്വേജ് ആണല്ലോ. അതല്ലേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ലാംഗ്വേജ്? മനസ്സിൽ വന്നത് സംസാരം എന്താണ്? ഞങ്ങളുടെ വീട്ടിലൊരു പാർട്ടീഷനിങ് ഇഷ്യൂ, അങ്ങനെ ഒരു ഇതിനെ പറ്റിയുള്ള ഒരു ചിന്തയാണ് വന്നത്. അതിനെപ്പറ്റിയുള്ള ചിന്ത എന്താന്ന് പറയൂ. അതെന്നെ എങ്ങനെ ബാധിക്കും, അങ്ങനെയൊക്കെ ഉള്ള. ഓക്കെ, കണ്ണടച്ചു. എന്നെ എങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിനോട് ചോദിച്ചിരിക്കുകയാണ്. അതിന്റെ ഉത്തരം എന്താ മനസ്സ് പറയുന്നത്? ഒന്നും പറയുന്നല്ലോ, ഒരു ജാതി സൈലൻസ് തന്നെയാണ്. അത്രേ ഉള്ളൂ. ഒന്നും പറയുന്നില്ല, ഈ മനസ്സ് ശാന്തമായി. എങ്ങനെ ബാധിക്കും? അവിടെ ഒരു ചിന്തയും വരുന്നില്ല. അവിടെ ഇരുന്നു കുറച്ചു നേരം. മനസ്സ് ശാന്തമായോ? ഓക്കെ. ഇതാണ് മനസ്സ് ശാന്ത എന്ന് പറയുന്നത്. മനസ്സിനൊന്നും പറയാനില്ലെങ്കിൽ തീർന്നു, ശാന്തമായി. ഓക്കെ സാർ, മനസ്സിലായി. മനസ്സിൽ നമ്മൾക്ക് സംശയം ജനിപ്പിക്കുന്ന എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നാൽ നേരെ അവിടെ ഇരിക്കുക, മനസ്സിനോട് ചോദിക്കുക. മനസ്സൊന്നും മിണ്ടുന്നില്ല, തീർന്നു, ധരിച്ചുകൊണ്ട് ശാന്തത. എന്ന് പറഞ്ഞാൽ മനസ്സ് പറയുന്നത് എന്ത് ബാധിക്കുന്നു നീ പറയുന്നത്? അത് വരുന്ന വഴിക്ക് വരട്ടാന്നാ പറഞ്ഞത്. അതെങ്ങനെ ഇപ്പൊ പറയും? അതിനകത്ത് കുഴപ്പമെന്ന് വെച്ചാൽ എന്ത് ബാധിക്കും എന്നല്ലേ ചോദിച്ചേ? ഫ്യൂച്ചറിനെ പറ്റിയല്ലേ? അതെ. അതിനെപ്പറ്റി അതിന്റെ ഉത്തരം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, അത് വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ.
ഇൻക്ലൂഡിങ് ലോകത്തിലില്ലെങ്കിൽ ദൈവത്തിന് വരെ അതിൻ്റെ ഉത്തരവില്ല കയ്യിൽ. അതെ. ദൈവത്തിനോട് ചോദിക്കുക, ദൈവമേ എനിക്ക് എന്ത് സംഭവിക്കും നാളെ? അതിന് ഉത്തരം പുള്ളി പറയല്ല. ബുദ്ധിപൂർവം പറയും, അത് എന്നെങ്കിലും ആട്രാന്ന് പറയും. ഓക്കെ ഓക്കെ സാർ. ഡോണ്ട് ബി കൺസേൺഡ് അബൌട്ട് ദാറ്റ്. ഞാനുണ്ടല്ലോ ഇവിടെ എന്ന് വേണമെങ്കിൽ അതിനുള്ള അധികാരം ഉണ്ടെങ്കിൽ പുള്ളി പറയും, ഞാനുണ്ടറാ, നീ അവിടെ ഇരുന്നു, ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. ഇതാണ് വിശ്വാസം എന്ന് പറഞ്ഞ സാധനം. ഇതിനാണ് ഓക്കെ നമ്മൾ വിശ്വാസം കൊണ്ട് നടക്കുന്നത്. ഓക്കെ ഓക്കെ ഫ്യൂച്ചറിനെ പറ്റിയുള്ളതിന്റെ ഒരു ഉത്തരവും നമ്മുടെ കയ്യിലില്ലെങ്കിൽ എല്ലാം നമ്മൾ ആ പാർട്ടിക്ക് വിട്ടുകൊടുക്കും. എന്നിട്ട് ഓക്കെ പറയും, ഓക്കെ ആ പാർട്ടി അത് വേണ്ട പോലെ കൈകാര്യം ചെയ്തു. ഇതല്ലേ നമ്മുടെ പിള്ളേരോട് പറയുന്നത്, നീ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട, നീ സ്കൂളിൽ പൊക്കോ, നിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. ദാറ്റ് ഈസ് ദ ട്രസ്റ്റ് ഇൻ ഓക്കെ 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 സാർ. അപ്പൊ മനസ്സിന് സമാധാനം, അത് ശാന്തത കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രം ട്രസ്റ്റിംഗ് സംതിങ്. ഓക്കെ ഇനി ആ ട്രസ്റ്റിൽ വേണ്ടാത്തിട്ടാണെങ്കിൽ ട്രസ്റ്റിംഗ് യുവേഴ്സ്. ഞാൻ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നു, എനിക്കറിയാം ഏത് ഇഷ്യൂ വന്നാലും ഹാൻഡിൽ ചെയ്യാം, തീർന്നു. ഓക്കെ ആണ് യു ക്യാൻ ട്രസ്റ്റ് എക്സ്റ്റേണലി ഓർ യു ക്യാൻ ട്രസ്റ്റ് ഇന്റേണലി. ഇതാണ് ഓക്കെ ഓക്കെ സെൽഫ് എന്ന് പറയുന്നത്. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്, പാർട്ടീഷൻ അല്ല, ഏത് അപ്പോസിഷൻ വന്നാലും ഐ ക്യാൻ ഡീൽ ഇറ്റ്. ഓക്കെ ഓക്കെ പറയും, അയ്യോ എനിക്ക് അതിനുള്ള കഴിവില്ല, അതൊക്കെ തമ്പുരാൻ കർത്താവ് നോക്കിയോളൂ, why should I bother about that? So leave the things to them. ഇതാണ് വിശ്വാസവും. എല്ലാ വിശ്വാസമാണ്. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്, താങ്കൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ വേറെ ആൾക്ക് വേറൊന്നിൽ വിശ്വാസം, അല്ലെങ്കിൽ വേറൊരാൾക്ക് വേറൊരു വ്യക്തിയിൽ വിശ്വാസമുണ്ട്, ഞാൻ അയാളോട് എന്ന് പറയും, അയാൾ ഇതെല്ലാം ചെയ്തോളും. ഇല്ലേ? ഓക്കെ ഓക്കെ നമ്മുടെ ഗവൺമെന്റിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെ പോലീസിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, why should I worry? ഞാൻ പറയും, എടാ എനിക്ക് സാറേ എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, വീട്ടിലൊരു പാർട്ടീഷൻ്റെ പ്രശ്നമുണ്ട്, സാറ് വന്നു അത് വേണ്ടവർ കൈകാര്യം ചെയ്യും, ഓക്കെ, തീർന്നു. ഇതാണ് ഐദർ യു ഷുഡ് ട്രസ്റ്റിംഗ് യുവേഴ്സെൽഫ് ഓർ യു ഹാവ് ടു ട്രസ്റ്റിംഗ് അതേഴ്സ്. ഇല്ലെങ്കിൽ മനസ്സിന് ശാന്തത കിട്ടത്തില്ല. ഈ രണ്ടായിട്ടേ ഉള്ളൂ ലോകത്തില്, ട്രസ്റ്റിംഗ് സംബഡി എൽസ് ഓർ ട്രസ്റ്റിംഗ് യുവേഴ്സെൽഫ്. ട്രസ്റ്റിംഗ് മൈസെൽഫ് ആണ് എൻ്റെ മനസ്സിനോട് ചോദിക്കുക, അപ്പം മനസ്സെല്ലാം പറഞ്ഞു. മനസ്സിനോട് ചോദിച്ചു, പാർട്ടീഷൻ നടക്കാൻ പോയാൽ എന്ത് ചെയ്യണം? അതപ്പം നാളത്തെ കാര്യമല്ല, അപ്പോൾ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ സൊല്യൂഷൻ. തീർന്നു. യു ആർ ട്രസ്റ്റിംഗ് ഇൻ യുവർ മൈൻഡ്. മൈൻഡ് പറഞ്ഞു നാളത്തെ കാര്യം നാളെ, ശരിയല്ലേ? നാളത്തെ അതെ കാര്യം സാർ, അതെ. നാളെയല്ലേ, പിന്നെ എന്തിനാ നീ ഇന്ന് അതിനെപ്പറ്റി ബോധർ ചെയ്യുന്നേ? നാളെ മഴ പെയ്യുമെന്നും കൊണ്ട് വേണമെങ്കിൽ നീ ഒരു കുട കൈ കൊണ്ടു നടന്നു. കാരണം വെച്ചാൽ, അല്ലെങ്കിൽ എനിക്കറിയാം മഴ പെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും കയറി നിൽക്കാൻ മതി, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കാറിൽ പോയി അല്ലെ വീട്ടിൽ പോയി കുട എടുക്കും ചെയ്യും. ഒന്നും ഇല്ലാത്തതിന് എപ്പോഴും നട്ടുച്ചയ്ക്കും കുട കൊണ്ടാണ്. കാരണം അറിയത്തില്ലല്ലോ, നട്ടുച്ചയ്ക്ക് മഴ പെയ്തെങ്കിലോ, അവർക്ക് ഒരു കുട കൊണ്ട് നടന്നു. മനസ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സൊല്യൂഷൻ കിട്ടാത്ത ഒന്നുമില്ല. അപ്പൊ എവിടെയാ കൺട്രോളിങ് ഇരിക്കുന്നത്? കൺട്രോളിങ് എന്ന് പറഞ്ഞ വാക്കില്ല. ഈ 60,000 തോട്ടം എന്നുള്ളത് 0 ആക്കാന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ തന്നെ 0 ആയല്ലോ. ആ അതെ 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 നിങ്ങളുടെ ചിന്ത 0 ആയി. ഇങ്ങനെ ഏത് ചിന്ത അപ്പ അടിച്ചു കളയാം നമുക്ക്. ഓക്കെ അടുത്ത മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കാണ്. ഇതെല്ലാം NLPയുടെ ഒരു ഗുണം. NLP ശരിക്കും നമ്മളെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും അറിയാല. ഇതിങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ നടത്തുന്നത് കണ്ടില്ല, ഞാൻ എന്തെങ്കിലും ആലോചിച്ചു, എവിടെയെങ്കിലും നോട്ട് നോക്കി, ഇങ്ങനെ വന്നോണ്ടിരിക്കും. നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരവുണ്ട്. ഏതെങ്കിലും ഉത്തരം പറയാത്തുണ്ടോ? ഇല്ല. എനിക്ക് അറിയുന്ന കാര്യമല്ല എനിക്ക് പറയാത്തത്, എനിക്ക് അറിയാൻ മേലാത്ത ടോപ്പ്. അത് ഞാൻ ആദ്യമേ പറയാൻ പറഞ്ഞു. നിങ്ങളിപ്പോൾ മെഡിസിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞോളാം, ലോയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞോളാം,
അതിൻ്റെ എക്സ്പേർട്ടിൻ്റെ അടുത്ത് നിങ്ങൾ വയ്ക്കുമെന്നേ. എന്തിനാ എൻ്റെ അടുത്ത് വരുന്നത്? എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക എന്നോട്. അറിയാൻ പാടില്ലാത്ത കാര്യം ചോദിച്ചിട്ട് കാര്യമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, മനസ്സിൻ്റെ ഏത് കാര്യം ചോദിച്ചാലും ഐ വിൽ ഗിവ് ദ ആൻസർ. മൈൻഡ് റിലേറ്റഡ്, തോട്ട് റിലേറ്റഡ്, എന്ത് ഇഷ്യൂ, നിങ്ങൾക്ക് ദേഷ്യമോ സങ്കടമോ പേടിയോ വെറുപ്പോ എന്തുണ്ടോ, അതെല്ലാം സോൾവ് ചെയ്യാനുള്ള സൂത്രം ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ സോൾവ് ചെയ്തോ. കാരണം നിങ്ങളുടെ മനസ്സിൽ കയറി ഞാനെങ്ങനെ സോൾവ് ചെയ്യുന്നു? നിങ്ങളുടെ ഇഷ്യൂ സോൾവ് ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സല്ലേ, ഞാനല്ലല്ലോ, അല്ലേ? അതെ. നിങ്ങൾക്ക് ഒരാളുടെ ദേഷ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കല്ലേ ഉള്ളത്, എനിക്കില്ലല്ലോ. അതെ. ആ ദേഷ്യത്തിനെ സോൾവ് ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സല്ല, ഞാനാണോ? അല്ല. അതതിൻ്റെ ഉത്തരം. അപ്പം നിങ്ങളുടെ മനസ്സിനെ ഞാൻ ഹെൽപ്പ് ചെയ്യും ഹൗ ടു സോൾവ് ഇറ്റ്. അതാണ് കൗൺസിലറുടെ പണി. ഓക്കെ സാർ. വി ആർ ദ ഫെസിലിറ്റേറ്റേഴ്സ്. ഓക്കെ. വി വിൽ സോൾവ് യു. കാരണം നമുക്ക് വേറെ ആൾക്ക് നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനേ പറ്റത്തില്ല. അങ്ങനെ പറ്റുമെങ്കിൽ എന്തൊരു സുഖമായിരുന്നു. ചുമ്മാ ഇങ്ങനെ കുത്തിയിരുന്നാൽ മതി. സാറേ, എൻ്റെ ദേഷ്യം അതൊന്ന് എടുത്തുകളാം, എൻ്റെ സങ്കടം ഒന്ന് എടുത്തുകളാം. നിങ്ങളുടെ മനസ്സ് ഉപയോഗിക്കും. അതിന് നിങ്ങൾ വില്ലിങ് ആകണം. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സാറേ, എനിക്ക് കുടിക്കാന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ട്, അഡിക്ഷൻ. ആർ യു വില്ലിങ്? നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് പുറത്ത് കിടക്കാനുള്ള ആഗ്രഹമുണ്ടോ? എനിക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ല, സാറിനെ എടുത്തുകളാം. അതെങ്ങനെ ചെയ്യുന്നു? നിങ്ങളുടെ മനസ്സിനെ കൊണ്ടല്ലേ ഞാൻ ചെയ്യിപ്പിക്കുന്നത്. മനസ്സ് വില്ലിങ് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്?